ഹായ് എരിവൺ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാളു, സ്ഥലം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ്. ഈ കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇനി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് എൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇന്ന് ഒരു സുഹൃത്തിൻ്റെയോ ഒരു ബന്ധുവിൻ്റെയോ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. അവസരങ്ങൾ നമ്മളെ തേടി വരാറില്ല. എത്ര പഠിത്തം ഉണ്ടെങ്കിലും അതിൻ്റെ അവസരം തേടി അല്ലെങ്കിൽ ആ ജോലി തേടി നമ്മൾ അങ്ങോട്ട് പോകാറാണ് പതിവ്. എങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ല നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഈ ഒരു അവസരത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചേക്കാണ്. എന്തായാലും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഫുൾ ക്രൗഡോടുകൂടി 1000 പേരോടുകൂടി തന്നെ നമുക്ക് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഏത് പ്രതികൂല അവസ്ഥയാണെങ്കിലും നിങ്ങൾ തരണം ചെയ്തിട്ട്, എന്ത് നെറ്റ് ഇഷ്യൂസ് വന്നാലും തരണം ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുക. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, കോഴിക്കോട് സ്വദേശി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എത്രയോ പേര് ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട് അല്ലെ. എങ്കിൽ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പിജി കാർഡ് കേൾക്കുകയും പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുക്കും എങ്കിൽ അവിടുന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എയിം ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഉപരി ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു അവസരത്തെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഈ കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ കമ്പനിയുടെ നല്ല ബെസ്റ്റ് പ്ലാൻ പ്രസന്റർ ആയിട്ടുള്ള സിനോ സാറാണ്. നിങ്ങളുടെ ഏവരുടെ അനുഭവത്തോടുകൂടി തന്നെ സിനോ സാറിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. പ്ലീസ് സർ, സിനോ സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ. എന്തായാലും വളരെ പ്രകൃതി അനുകൂലമല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്. ഇപ്പൊ ഡിജിറ്റലായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. എന്തെങ്കിലും കുറവുകൾ വരികയാണെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്തു തരിക എന്നുള്ളതാണ്. എന്തായാലും മാഡത്തിനെ പരിചയപ്പെടുത്തി. പേര് ഷിനോജാണ്, കോഴിക്കോട് കുന്നമംഗലത്താണ് സ്വദേശം. മാഡം പറഞ്ഞ പോലെ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പ്ലാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്ലാനിലേക്ക് പോവാണ്. ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കുറിച്ചേക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു മാറ്റമാവാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ വിലയേറിയ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു. മാളുമയുടെ സ്ക്രീൻ ഓക്കെ ആണ്, നോക്കണേ. ഓക്കെ. അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മുടെ കമ്പനിയുടെ പ്രൊജക്ടിന്റെ പേര് ഫിജിക്കാർട്ട്.com എന്നാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് മേഖലനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും, വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ് എന്നാണ്. അപ്പൊ ഫിജിറ്റൽ എന്ന വാക്ക് നമ്മൾ ഡിക്ഷണറിയിലൊന്നും കാണാത്തൊരു വാക്കാണ്. അതിനെ സൂചിപ്പിക്കുന്നത് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വേൾഡിലെ ആദ്യത്തെ കൺസെപ്റ്റ് ആണ് ഫിജിക്കാർട്ട്.com എന്നുള്ളതാണ്. ആ ഒരു ഫിജിറ്റൽ വേൾഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ജീവിതത്തിൽ ടെക്നോളജിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈലാണ് നമുക്കുള്ളത്. അത് സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ ലാൻഡ് ഫോണുകൾ ഉപയോഗിച്ച സമയത്ത് ഇന്ന് നമ്മൾ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാം കയ്യിൽ സ്മാർട്ട് ഫോണുകളായി മാറി എന്നുള്ളതാണ്. അടുത്ത ഒരു ഘട്ടം നോക്കുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ ചന്തകളിൽ പോയി വില പേശി സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കച്ചവട രീതി ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറി ഇന്ന് ഒരു വിരൽത്തുമ്പിലൂടെ ലോകത്തിന്റെ ഏത് അറ്റത്തു നിന്നും വേണ്ട സാധനങ്ങൾ ഒരു വിരൽത്തുമ്പിലൂടെ നമ്മളെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി മാറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന 4 മേഖലകൾ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഒന്നാമത് ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ന് നമ്മൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിലാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇ കൊമേഴ്സിന്റെ ഒരു സഹായമില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതും ഇവിടെ അവൈലബിൾ ആണ്. മൂന്നാമത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇടനിലക്കാരില്ലാതെ കച്ചവടം ചെയ്യുന്ന രീതി. ഇന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നു. ആ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരുപാട് ഇടനിലക്കാരിലൂടെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ആരാണോ
ഉൽപാദാവ്, ആരാണോ ഉപഭോക്താവ്, അതിലേക്ക് ഡയറക്റ്റ് സാധനങ്ങൾ എത്തിക്കുന്ന രീതിക്കാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് പല രാജ്യങ്ങളും ഈ ഒരു രീതിയിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടനവധി പിന്നിലാണ് എന്നുള്ളതാണ്. 4, ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നുള്ളത് നമ്മൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നുള്ളത്. ആരോഗ്യം നമ്മളുടെ തലമുറകളെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മളെ അപ്പനപ്പൂപ്പന്മാർക്ക് ഉണ്ടാവുന്ന ആ ഒരു ആരോഗ്യസ്ഥിതി ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ പ്രത്യേകത കൂടിയാണ്. അപ്പൊ പണ്ട് കാലത്ത് കഴിച്ചിരുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന മിനറൽസും ധാതു ലവണങ്ങളും ഒക്കെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന 4 മേഖലകൾ കൂടിയിട്ടുള്ളതാണ് ഫിജി കാർട്ട് എന്ന കൺസെപ്റ്റ്. ഇനി ഈ ഒരു മേഖല, ഇ കൊമേഴ്സിന്റെ മേഖലയിൽ കാണിക്കുന്ന ഒരു റവന്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 2009 കാലഘട്ടത്തിൽ 390 കോടി രൂപയുടെ ടേൺ ഓവർ ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2016 കാലഘട്ടത്തിൽ അത് 10 മടങ്ങോളം വർദ്ധിച്ച് ഏകദേശം 3800 കോടി വരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ 2026 ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നത് 20,000 കോടിയിലേക്കായിരുന്നു. അപ്പം ആ ഒരു 2016 മേഖലകളിൽ നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ വളർച്ച ഉണ്ടാവാനുണ്ടായ സാഹചര്യം നോക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് വളർച്ച വന്നിട്ടുള്ള കുറച്ച് മേഖലകളാണ് താഴെ കൊടുത്തിട്ടിരിക്കുന്നത്. ആമസോൺ, പേപ്പാൾ, യൂബർ, ഓല, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് അത്തരമൊരു മേഖലയിലേക്ക് വ്യതിയാനം ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് 2009 കാലഘട്ടത്തിലൊക്കെ നമ്മൾ സാധാ കീപാഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ബൂമിംഗ് ആണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രമായിട്ടുള്ള USA എന്ന രാജ്യം 33 കോടി ജനങ്ങളാണുള്ളത്. അവിടെ നമ്മൾക്ക് ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ കാണിക്കുന്നത് 3,37,810 കോടി രൂപയുടെ ടേൺ ഓവർ ആണ്. ചൈന ഇന്ന് ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അവിടെ പോലും 141 കോടി ജനങ്ങളാണുള്ളത്. അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പറയുന്നത് 1,31,757 കോടി രൂപയുടെ ആണ്. എന്നാൽ അതിന്റെ താഴേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടൈമിന്റെ ലിമിറ്റുള്ള എല്ലാ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. എന്നാൽ മലേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് കാണാം. നമ്മളെ കേരളത്തിന്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത രാജ്യത്ത് വെറും 3 കോടി ജനങ്ങളാണുള്ളത്. അവിടെ പോലും 30,550 കോടി രൂപയുടെ ടേൺ ഓവർ കാണുന്നുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ന് ഇന്ത്യയിൽ ലോകത്ത് ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 147 കോടി ജനങ്ങളുണ്ട്. വെറും 19,000 കോടി രൂപയുടെ ടേൺ ഓവർ ആണുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇനി ഇന്ത്യയിലാണ് സാധിക്കുക. ഏകദേശം 58 ലക്ഷം ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമെന്നും അതിൽ 53% സാധാരണ വീട്ടമ്മമാരായിരിക്കുമെന്നുമാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പണ്ടൊക്കെ നമ്മൾ ഈ ഒരു മേഖലയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവുകൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലയുടെ സാധ്യത മനസ്സിലാക്കി ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയിട്ട് ഒട്ടനവധി യൂണിവേഴ്സിറ്റികൾ പാഠ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഇടത്തിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നും ഈ ഒരു മേഖല സൂചിപ്പിക്കുന്നത് വലിയൊരു സാധ്യത ഈ ഒരു മേഖലയിലൂടെ നമ്മളെ സാധാരണ ജനങ്ങളിലേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഒരു കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റും, പാൻ കാർഡ് കാണിക്കാൻ പറ്റും. ഈ ഒരു കമ്പനി ലീഗൽ ആണ് തെളിയിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഒരു മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. അതിനെ സംബന്ധിച്ച് 2018 വരെ നമുക്ക് ഈ ഒരു മേഖല ഇന്ത്യയിൽ ചെയ്യാൻ ലീഗലായിട്ടുള്ള അപ്രൂവൽ ഇല്ലായിരുന്നു. 2018 അതിന്റെ അപ്രൂവൽ വന്നിട്ടുള്ളത്. അതിന്റെ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആണ് കാണുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസുകളാണ് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കമ്പനിയുടെ പ്ലാന് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ മെന്നിലൂടെയാവാൻ കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടോ റിലേറ്റീവോ നൈബറോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2018 ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക പത്രങ്ങളിലും പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരേ ഒരു കൺസെപ്റ്റിന്റെ പേരാണ് fijica.com എന്നുള്ളത്. ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള പേപ്പർ ന്യൂസുകളാണ് നിങ്ങൾ ഇപ്പൊ കട്ടിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളതാണ്.
കേരളത്തിലെ പ്രമുഖ പത്രങ്ങളായ കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെ എല്ലാ പേപ്പറുകളും ഒരു പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഒരുപാട് കൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ അറിയുന്ന ആളുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവാം, ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, വരുമാനം കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഏകദേശം 160 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ പ്രിയങ്കരനായിട്ടുള്ള സെലിബ്രിറ്റി ബിസിനസ്മാൻ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്കും പാർട്ട്ണർ ആവാനുള്ള അവസരമാണ് നിങ്ങളെ ഫ്രണ്ടോ റിലേറ്റീവോ നൈബറോ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി അവരോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനി വരുന്ന ഇൻകം പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ ഒരു കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു പ്രൊജക്റ്റിനും അതിന്റെ വിഷനും മിഷനും ഉണ്ടാവും. ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാണ്. അതിനെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷൻ എങ്കിൽ, ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അസാധാരണക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു വേർഡിനെ അനർത്ഥമാക്കിക്കൊണ്ട് ഒരു സാധാരണക്കാരി അസാധാരണക്കാരിയാക്കിയിട്ടുള്ള കഥ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് വരാൻ പോകുന്ന ആ പ്രൊജക്ടിന്റെ വെഹിക്കിൾസ്, ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫിജി സ്റ്റോഴ്സ് ആണ് കാണുന്നത്. ഒരുപാട് സ്റ്റോറുകൾ ഇന്ന് നമ്മൾക്ക് കേരളത്തിൽ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പോയി നേരിട്ടും നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് എന്നാണ് പേര്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിലെ ആമസോണൊക്കെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഈ കമ്പനികളൊക്കെ മറ്റുള്ള ബ്രാൻഡ് പ്രൊഡക്ട്സുകളാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഫിജിക്കാർട്ട് നമ്മളുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ നിങ്ങളിൽ പേരിൽ എല്ലാ പ്രൊഡക്റ്റ് ഇതിന് ഒട്ടനവധി സ്വന്തം ബ്രാൻഡ് ആയിട്ടുള്ള നമ്മളുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മളെ ഫിജി ബ്രാൻഡ്സ് എന്ന പേരിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം ആണ്, എങ്ങനെയാണ് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാവാൻ സാധിക്കാം. മൂന്ന് രേഖകൾ കൊണ്ട് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത് നമുക്ക് വേണ്ട KYC ഡോക്യുമെന്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയാണ് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളെ KYC ഡോക്യുമെന്റ്, ആധാർ കാർഡ്. സെക്കൻഡ് വേണ്ടത് പാൻ കാർഡ് ആണ്. ഈ ഒരു കമ്പനിയുടെ നമ്മൾക്ക് വരുമാനം കിട്ടുന്നത്, ഈ കമ്പനിയിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പാൻ കാർഡ്. മൂന്നാമത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മൾക്ക് ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്ത് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് നാളെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് നമ്മളെ കമ്പനി ചാർട്ട് ചെയ്തിപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു 3 രേഖകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കമ്പനിയുടെ ഭാഗമാവാം എന്നുള്ളതാണ്. ഇത് കമ്പനിയുടെ അപ്ലിക്കേഷൻ ഫോം ആണ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. ഇനി ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടുമെന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. വരുമാനം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നോക്കുന്ന സമയത്ത് നമ്മൾക്കൊരു നല്ല പ്രൊഡക്റ്റ്, ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾക്കൊരു ബാഗ്, ഒരു 2000 രൂപയുടെ ലെതർ ബാഗ് 500 രൂപയ്ക്ക് കിട്ടി. നമ്മളത് വാങ്ങിക്കുന്നു. അതേപോലെ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ കമ്പനി ഈ ഒരു പ്രൊമോഷൻ അറിഞ്ഞുകൊണ്ട് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ഓൺലൈൻ പ്രൊമോഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഫ്രണ്ടിനോടോ റിലേറ്റീവിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ ഈ ഒരു കമ്പനീന്റെ പ്രൊമോഷൻ എത്തിക്കാൻ നമുക്ക് സൂം ആപ്പോ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ വഴി നമ്മൾക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അത് കൂടാതെ നമ്മൾക്ക് ഈ ഒരു കമ്പനിയുടെ പ്ലാൻ നമ്മൾക്കറിയുന്ന വ്യക്തികളിലേക്ക് നേരിട്ട് കണ്ടും അവരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ഈ 2 രീതിയിലാണ് കമ്പനി നമ്മളെ പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്.
ഇനി ഈ ഒരു മേഖലയുടെ സാധ്യതയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ട്രേഡ് വിത്ത് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് 3 രീതിയിലുള്ള കച്ചവട രീതി ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത് ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നും നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളായിരിക്കാം. ട്രഡീഷണൽ മേഖല എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു മാനുഫാക്ചർ ഉണ്ടാവും. മാനുഫാക്ചർ, CNF, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, റീജിയണൽ, അങ്ങനെ ഒട്ടനവധി ആളുകളിലൂടെ കടന്നു വന്ന് നമ്മൾ സാധനം വാങ്ങിക്കുന്നത് റീറ്റെയിലറിലൂടെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ ഇന്റർമീഡിയറ്റ്സിന് പോകുന്ന പ്രോഫിറ്റ് 60% മുതൽ 80% വരെ സാധാരണ ജനങ്ങളായ നമ്മളിൽ നിന്നാണ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. ഇത് മാറി ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഇപ്പൊ ഒരു ഫോൺ വാങ്ങിക്കണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫ്ലിപ്കാർട്ട്, ആമസോൺ സെലക്ട് ചെയ്യും. എന്തുകൊണ്ട് അവർക്ക് ഇത് ലാഭത്തിൽ തരാൻ സാധിക്കുന്നു? കാരണം മാനുഫാക്ചറിൽ നിന്നും ഈ ഒരു വെണ്ടർ പ്ലാറ്റ്ഫോമിലേക്ക് അവരെടുക്കുന്നു. അവർ ഡയറക്റ്റ് ഈ ഇന്റർമീഡിയറ്റ്സിനെ ഒഴിവാക്കി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്കൗണ്ട് തരാൻ സാധിക്കുന്നു. എന്നാൽ ഇനി ഫിജിക്കാർട്ടിലെ രീതി പറയുന്ന സമയത്ത് മാനുഫാക്ചറിൽ നിന്നും അത് വെണ്ടറിൽ നിന്ന് നമ്മൾ ഫിജിക്കാർട്ട് എന്ന ആപ്പിലേക്ക് വന്നു കസ്റ്റമർ പാർട്ട്ണർഷിപ്പ് അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് കൂടി നമ്മൾക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ്. ഈ ഒരു രീതിയിൽ നമ്മൾ കമ്പനീനെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് 7 രീതിയിലുള്ള വരുമാനം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഒന്ന് ക്ലാരിറ്റിയോട് കൂടി പറയുകയാണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലേക്കായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ കമ്പനി പറയുന്ന രീതിയിൽ 3 ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ രീതിയിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു പാർട്ട്ണർഷിപ്പ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റലി ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റോർ നമുക്ക് കിട്ടും. അതിനൊരു യൂസർ ഐഡിയും പാസ്വേഡും നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ആ ഒരു കടയിലൂടെ, ആ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റോറിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾക്ക് ലാഭത്തിന്റെ 0 to 20% റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ പ്രോഫിറ്റ് നമ്മൾ കടക്കാരന് കൊടുക്കുന്ന സമയത്ത് ഫിജിക്കാർട്ട് എന്ന ആപ്പിലൂടെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ 0 to 20% നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇതൊരു വരുമാന മാർഗമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ കേരളത്തിൽ പുറത്തും അകത്തുമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന മുന്നേ ആണെങ്കിലും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാണാറുണ്ട് കൊച്ചിൻ ബേക്കറി, KR ബേക്കറി, അല്ലെങ്കിൽ മാക്സ്, സ്റ്റുഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഒരേ യൂണിഫോമിൽ കാണാൻ സാധിക്കും. അപ്പൊ എൻ്റെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരേ ഓണറിന്റെ ആണ്, അവര് എല്ലാ സ്ഥലത്തും അവര് തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് കിട്ടിയ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ നിങ്ങൾക്കും ഫ്രാഞ്ചൈസി കൊടുക്കാന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു സബ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് A ചാനലും B ചാനലുമായിട്ട് 2 വിങ്ങിലായിട്ട് നിങ്ങൾക്ക് സബ് സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ലെഫ്റ്റ് ചാനലിൽ വന്ന് നിങ്ങളൊരു ഫ്രണ്ട് ഒരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ, നിങ്ങളെ റൈറ്റ് ചാനലിൽ നിന്ന് നിങ്ങൾ റിലേറ്റീവ് പേസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് മാച്ച് ആയി കഴിഞ്ഞാൽ 20 രൂപ അവരാണ് സാധനം വാങ്ങിച്ചതെങ്കിൽ കൂടി 20 രൂപ എക്സ്പാൻഷൻ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതേപോലെ നിങ്ങളൊരു 100 പോയിന്റിന്റെ 100 സെയിൽസ് വോളിയത്തിന്റെ പാർട്ട്ണർഷിപ്പ് സ്റ്റോർ ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനും അതേ അവസരമുണ്ട്, നിങ്ങളെ റിലേറ്റീവിനും അതേ അവസരമുണ്ട്. ഈ അവസരം നോക്കുന്ന സമയത്ത് അവരും ഒരു 100 SP പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരാണ് പർച്ചേസ് ചെയ്തെങ്കിൽ കൂടി 2000 രൂപ എക്സ്പാൻഷൻ ബോണസ് ആയിട്ട് കമ്പനി നമ്മൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾക്ക് 500 SP ലെഫ്റ്റിലും 500 SP ഡയറക്റ്റിലും മാച്ച് ആവുന്ന സമയത്ത് 10,000 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പൊ ഈ താഴെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ കടകളിലും എല്ലാ ദിവസവും ഒരേപോലെ കച്ചവടം നടക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ലെഫ്റ്റ് ചാനലിൽ നിങ്ങൾക്ക് 500 ആണ് നടന്നത്, റൈറ്റ് ചാനലിൽ നിങ്ങൾക്ക് 1000 നടന്നിട്ടുണ്ട്. ചുരുങ്ങിയ 500 പോയിന്റ് മാച്ച് ചെയ്തതിന്റെ 10,000 രൂപ വരുമാനം നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരികയും ബാക്കി 500 സെയിൽസ് വോളിയം എപ്പോഴാണോ നിങ്ങൾക്ക് മാച്ചിങ് സംഭവിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നോക്കുന്ന സമയത്ത് അധിക വരുമാനം കമ്പനി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് കമ്പനി ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾക്ക് 1500 പോയിന്റ് മാച്ച് ചെയ്തിട്ട് 30,000 രൂപ വരെ നമുക്ക് ഒരു ദിവസം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
ഒരു ദിവസം 30,000 രൂപ വെച്ച് ഒരു മാസം 9 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്ടിന്റെ പ്ലാൻ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒന്നുകൂടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും, ഒരു ദിവസം 1500 പോയിന്റ് മാച്ച് ചെയ്തിട്ട് ഇന്ന് ഈ ഒരു വരുമാനമൊക്കെ വാങ്ങാൻ സാധിക്കുമോ, കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട. ഇന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആവട്ടെ, ഞാനാവട്ടെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ചീഫ് ഗസ്റ്റ് ആവട്ടെ, ഇവരെല്ലാവരും എണ്ണമറ്റത്തെ രീതിയിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഈ ഒരു ദിവസം 30,000 രൂപ എന്നുള്ള വരുമാനം വാങ്ങിയെടുത്ത ആളുകളാണ്. കിട്ടും എന്നുള്ളത് ഉറപ്പുമാണ്. നെക്സ്റ്റ് ജനറേഷൻ ബോണസ് ആണ് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ദിവസം 1500 പോയിന്റ് മാച്ച് ചെയ്ത് 30,000 രൂപ ലിമിറ്റ് ആയിട്ട് കിട്ടുന്ന, അതായത് ലിമിറ്റ് ഇൻകം ആണെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ, അവരുടെ പ്രിയപ്പെട്ട ആളുകൾ, അങ്ങനെ 9 ബിസിനസ് ലെയറിൽ വരുന്ന ബിസിനസിന്റെ 20 to 50% ബിസിനസ് വോളിയത്തിന്റെ 20 to 50% നമ്മൾക്ക് മന്ത്ലി ബേസിൽ ജനറേഷൻ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഇൻകം ലിമിറ്റഡ് ആണെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആണ്. ഈ ഒരു വരുമാനമൊക്കെ കണ്ടിട്ടാണ് APJ അബ്ദുൽ കലാം മുന്നേ പറഞ്ഞിട്ടുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഒരു കൂട്ടം വലിയ രീതിയിലേക്കുള്ള സമ്പന്നർ ഇനി വരുന്ന തലമുറയിൽ നിന്ന് പിറക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രൊമോഷൻ ചെയ്യുന്നതും അതുകൊണ്ടാണ് ഇതൊരു പാഠ്യേതര വിഷയമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് ഒരു ഫാമിലി ഇൻഷുറൻസ്, ഒരു 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം ഒരു 60,000 രൂപയുടെ പ്രീമിയം തന്നെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു കമ്പനിയിൽ നമ്മൾ 3ാമത്തെ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് ഫ്രീ ആയിട്ട് 2 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമ്മളെ ഫാമിലിക്ക് കിട്ടുകയാണ്. ഇതോടൊപ്പം നമ്മളെ ഫാമിലി സെക്യൂർ ആവാണ്. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഒരു കമ്പനിയും നമുക്ക് തരാത്ത ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന വ്യക്തി ഈ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിന് അർഹനാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. ഈ ഒരു പെർഫോമൻസ് ബോണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു മാസ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ 3ാമത്തെ റാങ്കിൽ നമ്മൾ എത്തുന്ന സമയത്ത്, അതായത് സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മുതൽ ഒരു 20,000 രൂപ വരെയുള്ള ഒരു പാക്കേജിൽ, അതായത് നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് കമ്പനിയിൽ വരുന്ന വരുമാനത്തിനനുസരിച്ച് അത് മിനിമം ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് മാസം ലഭിക്കുന്നു എന്നുള്ളതാണ് കമ്പനി അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും. നെക്സ്റ്റ്, ആനുവൽ പ്രോഫിറ്റ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളെ വെറും ഒരു സെയിൽസ്മാനോ സെയിൽസ് ഗേളോ ആയിട്ടല്ല ഇൻവൈറ്റ് ചെയ്യുന്നത്, ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആയിട്ടാണ്. അപ്പൊ പാർട്ട്ണറായിട്ട് വരുന്ന സമയത്ത് ആനുവൽ പ്രോഫിറ്റ് നമ്മൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ ജോയിൻ ചെയ്തു എന്നതിന്റെ പേരിൽ ആ ഒരു വരുമാനം നമ്മളിലേക്ക് എത്തില്ല. ആരൊക്കെയാണോ കമ്പനിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, 11ാമത്തെ റാങ്കിലും 12ാമത്തെ റാങ്കിലും 13ാമത്തെ റാങ്കിലും ആണ് ഇത് കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇതിന്റെ 10ാമത്തെ റാങ്കിൽ എത്തി നിൽക്കുന്നു. 11ാമത്തെ റാങ്ക് മുതൽ എനിക്ക് ഇത് കിട്ടാൻ പോകുന്നു. 11ാമത്തെ റാങ്കിൽ 0.5% ആണെങ്കിൽ 12ാമത്തെ റാങ്കിൽ 1% ആണ്, 13ാമത്തെ റാങ്കിൽ 1.5% ആണ്. ഈ ഒരു വരുമാനം നിങ്ങൾ നോക്കുന്ന സമയത്ത് പെർസെന്റേജ് കുറവാണ്. വരുമാനം എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് ലക്ഷങ്ങളുടെ കണക്കായിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കമ്പനിയിൽ നമ്മൾ പെർഫോം ചെയ്യാണ്. നമ്മൾ വരുമാനം വാങ്ങുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്നു. പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് കമ്പനി നമ്മൾക്ക് കുറച്ച് പാരിതോഷികങ്ങളൊക്കെ തരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കമ്പനികളും പാരിതോഷികങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ചടവായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് നമ്മളെ കമ്പനി ഒരു പൈസ പോലും തിരിച്ചു മേടിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ക്യാഷ് ആയി തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ 6ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത്, ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി പറയുന്ന ചെറിയൊരു ക്രൈറ്റീരിയ ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ 50,000 രൂപ തരണം. ഒരിക്കലും പറയാൻ നിങ്ങൾക്കും അറിയാം 50,000 രൂപ ബൈക്ക് മേടിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ ഫണ്ട് ബൈക്ക് മേടിക്കാനോ ഒരു ഡിവിഷണൽ സെയിൽസ് മാനേജർ ആവുന്നതായിരിക്കും ഉണ്ടാവും. അപ്പം ആ ഒരു ഫണ്ട് നമ്മൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കുക, ടാക്സ് ഡിഡക്ട് ചെയ്ത് അത് നമ്മൾ കിട്ടും എന്നുള്ളതാണ്. ഓണർ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് കമ്പനി നമുക്ക് കാറ് വാങ്ങിക്കാൻ 5 ലക്ഷം രൂപ തരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് കാറ് കിട്ടൂല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഈ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് കാറിന് വേണ്ടി ഒരു ഡൗൺ പേയ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ
ഈ ഫണ്ട് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് 11ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. കേരളം മൊത്തം ചുറ്റിക്കാണാൻ സാധിക്കാത്ത നമ്മൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ചുറ്റിക്കാണാൻ സാധിക്കാത്ത നമ്മൾക്ക് ഒരു ക്യാഷ് ബാക്ക് തരില്ല എന്നുള്ളതാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർ പുറത്തു പോയി ഈ രാജ്യങ്ങൾ കണ്ടുവരുന്നത് നമ്മൾക്കും പ്രൊമോഷൻ ചെയ്യാൻ പറ്റും, കമ്പനിക്കും പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഈ ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞാൽ 12ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഒരു പ്രീമിയം കാർ ഫണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 0 എണ്ണി നോക്കി നിങ്ങൾ ഞെട്ടണ്ട. 1 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ടാണ്. ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ ജീവിതം സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരിലേക്കായിട്ട് മാറി. കമ്പനി പറയാണ്, നിങ്ങൾ ഈ സാധാരണക്കാരിലല്ല സഞ്ചരിക്കേണ്ടത്, ഒരു പ്രീമിയം കാർ. അതിനുവേണ്ടി 50 ലക്ഷം രൂപ കമ്പനി തരുന്നു. പക്ഷേ ഈ ഒരു ഫണ്ട് നമ്മൾ കാർ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് അപ്പോഴും വേണമെങ്കിൽ സാധാരണ കാറിൽ സഞ്ചരിച്ച് ഈ ഫണ്ട് മറ്റെന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കുക. കമ്പനി പറയുന്നില്ല കാർ തന്നെ വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെ മുന്നിലേക്ക് വരാൻ പോകുന്ന വ്യക്തി ഇതൊക്കെ വാങ്ങിച്ചെടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. നെക്സ്റ്റ്, ഈ ഒരു കമ്പനിയുടെ അവസാനത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് ഏതൊരാളും നല്ലൊരു വീട് സ്വന്തമാക്കുന്നത്. സമയത്ത് നമ്മൾക്കൊരു വീടുണ്ടാക്കാൻ നമ്മുടെ കമ്പനി 1 കോടി രൂപ വില്ല ഫണ്ടും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെ സർപ്രൈസ് കളയുന്നില്ല. ഇനി വരാൻ പോകുന്ന വ്യക്തി ഇതൊക്കെ. നെക്സ്റ്റ്, ഈ ഒരു പേജിൽ കാണുന്നത് നമ്മളുടെ കുറച്ച് റാങ്കുകളാണ്. 13 റാങ്കുകളാണുള്ളത്. ഇതില് നിങ്ങളെ ഈ ഒരു ബിസിനസ് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയും ഞാനുമായി 10ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു. 13 റാങ്കും അച്ചീവ് ചെയ്ത എല്ലാ വരുമാനങ്ങളും വാങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇതൊക്കെ എങ്ങനെ സാധിക്കാം? ഇപ്പൊ ഞാൻ ഈ ഒരു കമ്പനിയുടെ പ്ലാൻ പറയുന്നു. ഞാൻ എഞ്ചിനീയർ ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എന്നെ ഈ ഒരു രീതിയിലേക്ക് പ്ലാൻ പറയാൻ പഠിപ്പിച്ചതും ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതും ഫ്രീ ആയിട്ട് കിട്ടുന്ന നമ്മളെ ഡിജിറ്റൽ അക്കാദമിയുടെ ട്രെയിനിങ്ങുകളാണ്. ഇത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടാവുന്ന വരുമാനങ്ങൾ എങ്ങനെ കിട്ടാമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. നെക്സ്റ്റ്, നമ്മൾ ഇതിലൊരു മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 13 റാങ്കും നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ടീം വർക്കിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള എല്ലാ വരുമാനങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ്, നമ്മുടെ കമ്പനിയുടെ ഒരു കോട്ടിലവനാണ് V1 കണക്ട് ടു ദ ഫ്യൂച്ചർ എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, നമുക്ക് ഒരുമിച്ച് കമ്മിറ്റ്മെന്റോട് കൂടി, കമ്മ്യൂണിക്കേഷനോട് കൂടി, കൺട്രോളോട് കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്താൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ്. കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളുമാണ്. അഡ്രസ് ഉള്ള കമ്പനിയിലേക്കാണ് നിങ്ങളെ ഫ്രണ്ടോ റിലേറ്റീവോ നൈബറോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. അഡ്രസ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള അവസരമാണ് നിങ്ങൾ തിരിച്ചറിയുക. ആ ഒരു അവസരം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇതാണ് ഈ ഒരു കമ്പനിയുടെ പ്ലാൻ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ നേടിയെടുത്ത ആളുകൾ നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അത് കാണാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ എൻ്റെ പേര് ഷിനോജ് ആണ്, കോഴിക്കോട് കുന്നമംഗലത്താണ് സ്വദേശം. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിരുന്നു. അർദ്ധ സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും നേടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ 20 വർഷം ജോലി ചെയ്ത സമയത്ത് എനിക്ക് മാത്രമാണ് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് വെറും 5 വർഷങ്ങൾ കൊണ്ട് ഒരു 10-200 കുടുംബങ്ങളിലേക്ക് മിനിമം 10,000 രൂപയെങ്കിലും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ദിവസം 30,000 രൂപ എന്ന് പറയുന്ന വരുമാനം ഒരുപാട് വീട്ടമ്മമാരിലേക്ക് എനിക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട്ടമ്മമാർ എന്ന് പറയുന്ന സമയത്ത് സാധാരണ വീട്ടമ്മമാരിൽ നിന്നും ജോലിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിലോ മറ്റോ സെയിൽസ് ഗേളായി പോകുന്ന സമയത്ത് ഒരു മാസം 15,000 രൂപ വാങ്ങിക്കുന്ന ആളുകളെ മറികടന്നുകൊണ്ട്
വീട്ടിൽ കഞ്ഞിയും ചോറും വെച്ച് ഭർത്താവിന്റെ കാര്യം മക്കളെ കാര്യം നോക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം 30,000 രൂപ എന്ന ഫിഗർ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വരുമാനത്തിൽ ഇനി 3-4 വരുമാനം കൂടി എനിക്ക് കിട്ടാനുള്ളൂ. ഇനി വന്ന് സംസാരിക്കാൻ പോകുന്ന വ്യക്തി ഈ കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ വരുമാനവും നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുക, കൂടെ നിൽക്കാൻ തയ്യാറാവുക. നിങ്ങളെ കൂട്ടുപിടിച്ചിട്ടുള്ള വ്യക്തി നിങ്ങളെ നന്മ മാത്രം പ്രതീക്ഷിച്ചായിട്ടായിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവരെ വിശ്വസിക്കാൻ തയ്യാറാവുക, കമ്പനീനെ വിശ്വസിക്കാൻ തയ്യാറാവുക. നമ്മൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയൊരു വരുമാനം നേടുന്ന രീതിയിലേക്ക് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാം. എല്ലാവരെയും ഈ ഒരു കമ്പനിയുടെ വരുമാനം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ സാധിച്ചതിലും വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാളു മാഡം. താങ്ക് യു സാർ, താങ്ക് യു സിനു സാർ. എന്താ പറയാ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി ഏത് ഇപ്പം വിദ്യാഭ്യാസം ഉള്ളവരാവട്ടെ, വിദ്യാഭ്യാസം കുറഞ്ഞവരാവട്ടെ, ഏതൊരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ സിനു സാറ് ഈ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഒരുപാട് നന്ദി സാർ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു, പേര് മാളു എന്നാണെന്നും. കൊല്ലത്ത് കരുനാഗപ്പള്ളി എന്ന സ്വദേശത്താണ് ഞാൻ. ഏകദേശം ഒരു 4 വർഷക്കാലമായി കേട്ടോ ഈ ഒരു ബിസിനസ് കേട്ടിട്ട്, ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ബിസിനസ് കേൾക്കുന്ന സമയത്ത് എന്നോടൊരു അധ്യാപികയാണ് ഈ ബിസിനസ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷിനോ സാറ് ഈ ഒരു പ്രസന്റേഷൻ ചെയ്തപ്പോൾ ഞാൻ വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഇത്, കാരണം 4 വർഷമായി ഞാനിത് പറയുന്നുണ്ട്, 4 വർഷമായി ഞാനിത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ തവണയും എനിക്ക് പുതുമയായിട്ട് തോന്നി. വളരെ മനോഹരമായി തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നന്നായി പ്രസന്റേഷൻ ചെയ്തു. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനില്ല സാറിനോടുള്ള നന്ദി. കാരണം ഈ ഒരു ബിസിനസ് അവസരം ആ ടീച്ചർ എന്നോട് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, വ്യക്തമായിട്ടൊന്നുമില്ല. കാരണം എൻ്റെ മൈൻഡിൽ എന്നെ കൊണ്ട് ബിസിനസ് ചെയ്യാനോ എന്നുള്ള ഒരു തോന്നലായിരുന്നു. വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമേ ഉള്ളൂ. എൻ്റെ അപ്പൻ എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകുന്നു, അമ്മ കശുവണ്ടി ഓഫീസിൽ പോകുന്നു, 2 കുട്ടികളാണ്, 2 പെൺകുഞ്ഞുങ്ങളാണ്. ഈ ഒരു അവസരം എന്നിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ജോലി അന്വേഷിച്ച്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഒരസുഖമല്ല, 3 അസുഖങ്ങൾ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ദൈവം എന്നെ തേടി എനിക്കായിട്ട് കൊണ്ടുവന്നതുപോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ബിസിനസ് കേട്ടപ്പം ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ സാധനം പർച്ചേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം എന്നിലേക്ക് ആ ടീച്ചർ പറയുമ്പോൾ ഒരു 100 രൂപ കൊടുത്ത് മീൻ വാങ്ങി കറി വെക്കാൻ പോലും എൻ്റെ വീട്ടിൽ മാർഗമില്ലാത്ത അവസരമാണ്. എൻ്റെ മക്കൾ ഇപ്പോഴും ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാറില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിറ്റിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് പഞ്ചസാര വാങ്ങാനോ തേയില വാങ്ങാനോ പോലും കാശില്ലാതെ മക്കള് ചൂടുവെള്ളം കുടിച്ച് പഠിപ്പിച്ച അമ്മയെ ഞാൻ. ആ ഒരു അവസരത്തിലാട്ടോ ഫിജി കാർഡ് എന്റെ കൈകളിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ മൈൻഡില് ഇത് പഠിത്തമുള്ളവർക്കേ പറ്റത്തുള്ളൂ, ഇത് MBA കാർക്കേ പറ്റത്തുള്ളൂ. ഇതിപ്പോ സിനോ സാറിനെ പോലെ ഒരു എഞ്ചിനീയർ ആണ് അദ്ദേഹം, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അപ്പൊ അദ്ദേഹത്തെ ഒക്കെ കൂട്ടുള്ളവർക്കേ പറ്റത്തുള്ളൂ എന്നൊരു സംശയമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ 13 റാങ്ക് ഉള്ളതിൽ 10ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുകയാണ് ഞാൻ. ആ ഒരു 5 ലക്ഷം രൂപ പറഞ്ഞില്ലേ കിട്ടുമെന്ന്, ആ ഒരു റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഈ ബിസിനസ് കേട്ടപ്പം ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ശരിക്കും വ്യക്തമായില്ല. ഞാൻ ആ ടീച്ചറിനോട് ചോദിച്ചേ, എവിടേക്കോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തലയിലേക്ക് കയറി. ടീച്ചറെ ഇൻഷുറൻസ് കിട്ടോ, ടീച്ചറെ ഇതിനകത്ത് വിജയിച്ചവരുണ്ടോ, ഇതൊക്കെ വാങ്ങിയവരുണ്ടോ, എനിക്ക് ലക്ഷങ്ങൾ വേണ്ട, കോടികൾ വേണ്ട, ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റി, എൻ്റെ മക്കൾക്ക് നല്ല വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുക്കാൻ, എൻ്റെ ചികിത്സ നടത്താൻ ഫിജി കാർഡ് കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ട ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം അത്രയും പ്രതീക്ഷിച്ചിട്ട് ഈ ഫിജി കാർഡിലേക്ക് വന്നേട്ടോ. ഇന്ന് എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഇതിൽ കേൾക്കുന്നതിൽ ഒരു 65% ആൾക്കാർക്കുള്ള ഒരു സ്വപ്നമുണ്ട്, ഒരു വീടെന്നുള്ള ഒരു സ്വപ്നമുണ്ട്, സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാന്നുള്ള ഒരു സ്വപ്നമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീടെന്നുള്ള സ്വപ്നം. ഫിജി കാർഡിൽ കശുവണ്ടി ഓഫീസിൽ പോകുന്ന അമ്മ പോയി ജോലി ചെയ്തിട്ട് ഫിജി കാർഡിൽ വരുന്നതിന് മുമ്പ് എനിക്കും എൻ്റെ മക്കൾക്കും ആഹാരങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട്. അവർക്ക് അതിനുള്ള വഴി, എൻ്റെ മരുന്നിനുള്ള വഴി കൊണ്ട് തന്നിട്ടുണ്ട്. എൻ്റെ
കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നാട്ടിൽ വന്ന് തിരക്കിയാൽ അറിയാം. എന്റെ നാട്ടിലെ ഓട്ടോക്കാര്, അമ്പലക്കാര്, പള്ളിക്കാര് പിരിവെടുത്ത് എന്റെ ചികിത്സ, എന്റെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ ഒരു ജോലിയും ചെയ്യാൻ, കാലിൽ പ്ലാസ്റ്റിക് നരമ്പ് കിടക്കുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ദൈവം കൊണ്ടുവന്ന, ആ ദൈവത്തിന് കൊണ്ടുതന്ന ഒരു അവസരമായിട്ട് ദൈവകരസ്പർശമാർന്ന ഈ ഒരു ഫിജിക്കാട്ട് കിട്ടിയപ്പോ മറ്റൊന്നും നോക്കിയില്ല കേട്ടോ. ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് ഇന്ന് ഞാൻ നേടിയ എല്ലാവരുടെയും സ്വപ്നം, എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹം പോലെയുള്ള ഒരു 6 സെന്റ് വസ്തു ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു കുഞ്ഞു വീട് ഫിജി കാർഡിന്റെ വരുമാനത്തിൽ വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് 14 ലക്ഷം രൂപയുടെ പഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനം വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. എന്റെ മനസ്സിൽ ആദ്യത്തെ സംശയം എന്തായിരുന്നെന്ന് അറിയാവോ? ഇതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുമെന്നാ. ഇതൊക്കെ സാധാ നാട്ടിൻപുറത്തുള്ള ഒരു കൂലിവേലക്കാരായിട്ടുള്ള കുഗ്രാമത്തിൽ താമസിക്കുന്ന എന്നെ കൂട്ടുള്ള ഒരു പെങ്കൊച്ചിന് പറ്റുമെന്നാ. പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, ഇത് നടക്കുമെന്നായിരുന്നു. എങ്കിൽ ഞാൻ ഈ ഫിജി കാർട്ടിൽ വന്നിട്ട് നോക്കിക്കണ്ട ഒരു വ്യക്തിയുണ്ട് കേട്ടോ. എന്റെ അമ്മേന്റെ പ്രായമുണ്ട്. ഇന്ന് നിങ്ങളൊക്കെ ഒരുപക്ഷെ കാത്തിരിക്കായിരിക്കും ആ വ്യക്തിയുടെ വാക്ക് കേൾക്കാൻ. കാരണം ഞാൻ അവരെ എന്റെ റോൾ മോഡലായിട്ട് എടുത്ത് ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ നിന്നിട്ട് അവര് ഫിജി കാർട്ടിൽ സഞ്ചരിക്കുന്ന വഴികൾ നോക്കി കാണാൻ തീരുമാനമെടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പറയാതിരിക്കാൻ പോകത്തില്ല. ഇന്ന് 1000 പേരുടെ വീട്ടിലേക്ക് വരുമാനം കൊടുത്തിട്ട് വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാ. അതിലൊക്കെ ഉപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹത്തെ കുറിച്ച്, ആ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ മുഴുക്കില്ല. 13 റാങ്ക് ഉള്ളിടത്തിൽ ആ 13 റാങ്കും കരസ്ഥമാക്കിയ വ്യക്തിയാ. ഈ ഫിജി കാർട്ടിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതെല്ലാം വാങ്ങിയ വ്യക്തിയാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും, ഇതൊക്കെ നടക്കുമെന്ന് കാണും. എങ്കിൽ ഈ ഫിജി കാർട്ടിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിനോ സാറ് നിങ്ങളെ പരിചയപ്പെടുത്തിയ എല്ലാ വരുമാനങ്ങളും വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഇന്ന് സൂപ്പർ ലേഡി എന്നറിയപ്പെടുന്ന ഫിജി കാർട്ടിൽ ഒരു വ്യക്തി ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിജി കാർട്ടിൽ ഒരു എത്ര ലക്ഷം ആൾക്കാരെന്നുണ്ടെങ്കിലും ആ വ്യക്തികളുടെ ഒക്കെ നാവിൽ പറയുന്ന ഒരു പേരുണ്ട് കേട്ടോ. ആ പേരാണ് സ്വപ്ന എന്ന് പറയുന്നത്. ഇന്ന് 13 റാങ്കിൽ ഉള്ള കമ്പനിയിൽ ഏറ്റവും 13ാമത്തെ റാങ്കും കരസ്ഥമാക്കി നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്ന സ്വപ്ന മേഡം. എങ്കിൽ ഒന്നും കൂടി അദ്ദേഹത്തെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം MBA അല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഡിഗ്രി അല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം +2 അല്ല കേട്ടോ. 10ാം ക്ലാസ് അല്ല കേട്ടോ. വെറും 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമായിട്ട് 3 വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയാണ് കേട്ടോ. ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് കോടികൾ വാങ്ങി, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവാം. അദ്ദേഹം വാങ്ങിയ 1 കോടി ബൊച്ചയുടെ കൂടെ അത് ക്രെഡിറ്റ് ആയ 98 ലക്ഷം രൂപയുടെ ഒരു സ്ക്രീൻഷോട്ട്. എന്തായാലും ഇന്ന് ഇത് വാങ്ങാൻ പോകുന്ന ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിരിക്കും വാങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ നിന്നു. ഇനി കിട്ടുന്ന നിമിഷങ്ങൾ ഏറ്റവും ഫലവത്തായിട്ടുള്ളതാണ്. ഇന്ന് ഒരുപാട് അഭിമാനത്തോടെ, അതിലേറെ അഹങ്കാരത്തോടു കൂടി തന്നെ ഇന്ന് എന്റെ റോൾ മോഡൽ ആയിട്ടുള്ള, ഇന്ന് ഫിജി കാർട്ടിലെ ഓരോ ലേഡികളും പറയുന്ന സൂപ്പർ ലേഡി ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, നാഷണൽ സെയിൽസ് ടീം മാനേജർ സ്വപ്ന മേഡത്തെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെ ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സ്വപ്ന മാം. ഓക്കെ, താങ്ക് യു മാഡം. മാളു മാഡം, എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ് മാം, ഓക്കെ ആണ്. അമ്മോ, പൊളിച്ച്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറയേണ്ട പല കാര്യങ്ങളും മാളു മാഡവും അതുപോലെ തന്നെ ശിനു സാറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇത്രയും വലിയൊരു ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ രീതിയിലേക്ക് ഞാൻ എത്തിപ്പോയോ എന്ന് ഈ ഒരു നിമിഷം ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്ത മാളു മേഡത്തിന്. ആദ്യം തന്നെ ഇന്ന് നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്ത നമ്മളെ ശിനു സാറ്, ആള് ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്താ പറയാ, ഏതൊരാളുകളും ആഗ്രഹിക്കുന്ന അല്ലെ ഒരു ഗവൺമെന്റ് ജോബ്. ഞാൻ എപ്പോഴും ഒരു പ്ലാൻ കൊടുക്കാൻ പോണ സമയത്ത് അധികം ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന ജോലിയാണ്, അതായത് ഞാൻ പോലീസാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്. പക്ഷെ ആ പറയുന്ന ആളുകളാണെങ്കിലും ഒരുപാട് ആളുകൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു ജോലി റിസൈൻ ചെയ്ത്, അതായത് ഡോക്ടർ അല്ല, ആളൊരു എഞ്ചിനീയർ ആണ്, ഒരു സർക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് അത് റിസൈൻ ചെയ്തുകൊണ്ട്
ഈ ഒരു ബിസിനസ്സിൽ എന്താ പറയാ ഇന്ന് കമ്പനീന്റെ 10ാമത്തെ റാങ്കിൽ എത്തി. അതുപോലെ തന്നെ ആ 10ാമത്തെ റാങ്കിൽ എത്തി ഒരു 5 ലക്ഷം രൂപ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനും ആൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ജോലി റിസൈൻ ചെയ്ത് അത് ഒരുപാട് അഭിമാനം. ഇന്ന് ആ സാറാണ് നമുക്ക് കമ്പനീന്റെ പ്ലാന് തന്നത് അല്ലെ. ആ പ്ലാന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മഴയും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാറ് പ്ലാന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ എത്തിയെന്നറിയില്ല. ഇനി എന്തെങ്കിലും ഈ ഒരു എന്താ പറയാ ഡിജിറ്റൽ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, സാറ് തന്ന പ്ലാന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാറ് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ആ പ്ലാനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കണം, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആ ഒരു പാർട്ട്ണറോടോ അല്ല ആ ഒരു ലീഡറിനോടോ നിങ്ങൾ ഇത് സംശയം ചോദിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ആ ഒരു സാറിന് ഒരു വലിയൊരു രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഷിനോജ് സാർ, എന്റെ പാർട്ട്ണറായ ഷിനോജ് സാർ 10ാമത്തെ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ജോബ് റിസൈൻ ചെയ്ത എനിക്ക് ഒരുപാട് അഭിമാനമാണ് ആ സാറിനെ പറ്റി പറയുമ്പോൾ. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ഇത്രയും വലിയ ജോലി റിസൈൻ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം അല്ലെ. അപ്പം ആ ധൈര്യം എനിക്കറിയാം, കാരണം ഫിജിക്കാട്ട് ഏറ്റെടുത്ത ഏതൊരു വ്യക്തികൾക്കും ആ ധൈര്യം ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം നേടാൻ ഒരുപാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ആ സാർ എന്താക്കുന്നത് ആ ഒരു ജോലി റിസൈൻ ചെയ്തത്. പക്ഷെ റിസൈൻ ചെയ്ത സമയത്ത് ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആ സാറും ഞാനും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എത്തി കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ എത്തി ഒരു 5 ലക്ഷം രൂപ വരെ, അതായത് ഒരു 2-3 മാസത്തിനുള്ളിൽ അതുവരെ ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ് സാറ്. ഇനി ഒരു 3 റാങ്കും കൂടി ഉള്ളൂ സാറിന്. അപ്പൊ എന്തായാലും അത് പെട്ടെന്ന് തന്നെ സാറിന് അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്ലാൻ പ്രസന്റ് ചെയ്ത ഷിനു സാറിന് എന്റെ മനസ്സറിഞ്ഞ്, അതായത് നമ്മളെ കമ്പനിയും എല്ലാവരും സാറിന് ഒരു വലിയ രീതിയിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഒരുപാട് വാചാലമായി സംസാരിച്ച അല്ലെ നമ്മളെ മാളു മേഡം വളരെ മനോഹരമായി തന്നെ MC എന്താ പറയാ കൈകാര്യം ചെയ്തു ഈ ഒരു എനിക്ക് തോന്നുന്ന പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയും കാറ്റും എല്ലാം ഉണ്ടായ സമയത്തും ആ സമയം വരെ, അതായത് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനാണെങ്കിലും മാളു മേഡം ആണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും നടക്കരുത്, അതായത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, ഇന്ന് വെയിറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും എന്താ പറയാ ആ പ്ലാന് കേൾക്കാനാവട്ടെ എന്നും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എത്തണമെന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സമയം വരെ. അപ്പം എന്താ പറയാ ആളും ഇന്ന് 10ാമത്തെ റാങ്കിൽ, ആളെ കഥ കേട്ട സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. ഞാൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല അല്ലെ. ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന്. എന്താ പറയാ എന്നാൽ പോലും അതിനെല്ലാം മറികടന്ന് നല്ല രീതിയിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു മേഡം കൂടിയാണ് മാളു മേഡം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എന്താ പറയാ ഞാൻ എന്താ പറയണ്ടേന്ന് അറിയില്ല, ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഡം എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ഒരു മോളെ പോലെ ഞാൻ കാണുന്നു. അപ്പൊ എന്തായാലും ആ മാളു മേഡത്തിനും ഇന്ന് എന്റെ പേരിലും എന്റെ കമ്പനിയുടെ പേരിലും വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു ടീമിനെ ഇനിയും ക്രിയേറ്റ് ചെയ്തു, ഇനിയും വലിയൊരു എന്താ പറയാ അച്ചീവ്മെന്റിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിനോജ് മാളു മേഡത്തിനും ഒരിക്കൽ കൂടി എന്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താ പറയാ നല്ല അച്ചീവ്മെന്റ് പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇനി എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് അല്ലെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാളു മേഡം എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ എന്നെ പേര് പരിചയപ്പെടുത്താം. എന്റെ പേര് സ്വപ്ന എന്നാണ്. കോഴിക്കോടാണ് വീട് വരുന്നത്. ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ ഏറ്റെടുത്തിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞു. നേരത്തെ സമയത്ത് ഷിനു സാർ എടുത്ത് 2-3 പ്രാവശ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏതൊരു സാധാരണക്കാരിക്കും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാം എന്നുള്ളത്. ശരിക്കും പറഞ്ഞു വെച്ചാൽ സാധാരണക്കാരാണ് തന്നെ ഒരുപാട് ആളുകൾ ഫിജിക്കാർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സാധാരണക്കാരിലും സാധാരണക്കാരിയായിട്ടാണ് ഞാൻ ഈ ഒരു ഫിജിക്കാർഡ് എന്നറിയ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്. കാരണം മാത്രല്ല നേരത്തെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് മാളുവടം പറഞ്ഞു, എന്താ പറയാ +2 അല്ല, ഡിഗ്രി അല്ല, അല്ലെങ്കിൽ അതിന്റെയും താഴോട്ട് 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റിപ്പോയി, 8ാം ക്ലാസ് ഉണ്ട് മാളുമേട എനിക്ക്. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് 8ാം ക്ലാസ് വിദ്യാഭ്യാസം. ഒരു സമയത്ത് ആ ഒരു വിദ്യാഭ്യാസം പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ മടിയും, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ അയ്യോ എനിക്ക് അത്രല്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ,
എനിക്ക് ഇനി മുന്നേറാൻ പറ്റുമോ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റുമോ, എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ അതായത് ഞാൻ അതുകൊണ്ടാണോ ഇത്രയും പിന്നോക്കം നിൽക്കുന്നത് എന്നെല്ലാം ഞാൻ കുറെ ചിന്തിച്ച ഒരു കാര്യമാണ്. അതായത് ഒരു 5-6 വർഷം മുന്നേ ഒരുപാട് സമയം എനിക്കൊരു വല്ലാത്തൊരു അതായത് ഇത്രയും വിദ്യാഭ്യാസം അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരിക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല എന്നൊക്കെ ഞാൻ എന്താ പറയാ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു പോയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സിനോട് തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ്. അപ്പം അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണോ എനിക്കറിയില്ല, ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് എന്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു 6 വർഷം കഴിഞ്ഞു. ഞാനൊരു സാധാരണക്കാരിയാണ്, വിദ്യാഭ്യാസം കുറവാണ്. ആ ഒരു വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഞാൻ ഒരു വീട്ടമ്മ ആയതിന്റെ പേരിലും എന്താ പറയാ എനിക്ക് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ലേ, നമ്മളൊരു അമ്മായി അല്ലെങ്കിൽ ഒരു അച്ഛനായി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, വിദ്യാഭ്യാസം ആവട്ടെ, ഭക്ഷണം. ഇപ്പൊ നേരത്തെ മാളുമേടം പറഞ്ഞ പോലെ എന്റെ മക്കള് ചായ കുടിച്ചിട്ടില്ല എന്നല്ലേ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തില്ല. അത് ഏതൊരു അമ്മമാരെ ഒരു അതായത് ഒരു മക്കളോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഏറ്റവും കൂടുതൽ അവർക്കാണ് എല്ലാം കിട്ടേണ്ടത് എന്നുള്ള ഒരു പ്രാർത്ഥന. സത്യം എന്ന് വെച്ചാൽ ഞാനും അതാണ്. കാരണം എനിക്ക് കെടുക്കാൻ സ്ഥലമില്ലെങ്കിലും എന്റെ മക്കൾ സുരക്ഷിതമാവണം, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഒരുപാട് ഇപ്പോ വീട്ടമ്മ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വീട്ടു ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ പലഹാരങ്ങൾ വിറ്റ് നടന്നിട്ടുണ്ട്. ഓരോ വീട് കയറി ഇറങ്ങി പലഹാരങ്ങളും, ഓരോ അപ്പാർട്ട്മെന്റ് കയറിയിട്ട് അമ്മിമേൽ അരച്ചിട്ട് അരവ് വരെ ഞാൻ വിറ്റ് നടന്ന ഒരു വ്യക്തിയാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്താൻ സാധിച്ചിട്ടുമില്ല. ഞാൻ ഒരുപാട് രാത്രികൾ എന്റെ മക്കളെ ജീവിതം എന്താവുമെന്നും എനിക്കൊരു വീടുണ്ടാവുമെന്ന് ഉള്ള ഒരു പ്രാർത്ഥനയില്ല, എനിക്കത് കിട്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഒരുപാട് കാലം എന്താ പറയാ എന്റെ ജീവിതം നഷ്ടപ്പെടുവോ, എന്റെ മക്കളുടെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരു ഉൾഭയവും അല്ലെങ്കിൽ ഒരു പേടിയും ഉണ്ടായി ഒരുപാട് കാലം ഞാൻ ഇങ്ങനെ പോയതാണ്. ആ സമയത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച വേദനകൾ സ്വന്തമായിട്ട് ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മളെ മക്കൾക്ക് സ്വന്തമായിട്ട് യൂണിഫോം ആവട്ടെ. ഇപ്പൊ എന്റെ മോന് LKG ഇപ്പൊ ഈ കൊല്ലം അതായത് ചേർത്തിട്ടേ ഉള്ളൂ. ആ ചേർത്തുന്ന സമയത്ത് ഒരു മാസം മുന്നേ തന്നെ പിന്നെ അതിനുള്ള ഫണ്ട് അടക്കുകയും, അതുപോലെ തന്നെ എന്താ പറയാ വലിയ ഫീസ് അല്ലെ, വലിയ ഫീസ് അടക്കുകയും, അതുപോലെ തന്നെ യൂണിഫോം, അതുപോലെ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ബാഗ്, എന്തൊക്കെയാണോ. പിന്നെ ആ ഒരു ഇതില് കഴിഞ്ഞ വർഷം ആള് പ്ലേ ക്ലാസ്സിൽ പോയ സമയത്ത് നട്സ് അങ്ങനെയുള്ള സംഭവമെല്ലാം, അത് എല്ലാ അച്ഛനും അമ്മമാര് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളാണ്. പക്ഷെ ഞാൻ എന്റെ രണ്ട് മക്കളെയും വളർത്തിയത് എന്താ പറയാ ഈ രീതിയിലല്ല. എന്റെ രണ്ട് മക്കളും എന്താ പറയാ, മോള് പ്രോവിഡൻസ് സ്കൂൾ, കോഴിക്കോട് പ്രോവിഡൻസ് സ്കൂളിലാണ് പഠിച്ചത്. മോന് മോഡലിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കോളേജിലും കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു +2 വരെ എന്റെ മക്കളെ ജീവിതം സ്വന്തമായിട്ടൊരു യൂണിഫോമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കൽ, എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ ഈ ഒരു ഡ്രസ് ഞാൻ ഇട്ടിട്ട് എങ്ങനെ അമ്മ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം ചോദിക്കണം, ഗൗതമ വേറെ ഇല്ലേ, അങ്ങനെ എല്ലാം ചോദിക്കുന്ന സമയത്ത് ഒരമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, എത്രത്തോളം വിഷമം നമുക്കുണ്ടാവും. പക്ഷെ നമ്മളെ മക്കളോട് എന്ത് പറയും, ഞാൻ എപ്പോഴും എന്റെ മക്കളോട് പറയണേ, ഇന്ന് ഇങ്ങനാണെങ്കിൽ നീ ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും എന്തായാലും നല്ല രീതിയിൽ നല്ല ഭക്ഷണമോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നടക്കാൻ ഒരിക്കലും അല്ല ഒരു ദിവസമെങ്കിലും സാധിക്കും, ഞാൻ ഉറപ്പാണ് പറയണെന്നെല്ലാം പറഞ്ഞ് മക്കള് ആ സ്കൂളിൽ പറഞ്ഞയക്കണ വരെ പല കാര്യങ്ങളും പറഞ്ഞ് അവരൊരു കണ്ണീര് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യവും ഞാൻ പാടുപെട്ടിട്ടുണ്ട്. കാരണം എന്റെ മോളം കണ്ണെന്നോ എന്റെ മോന്റെ കണ്ണെന്നോ ഒരു കണ്ണുനീര് വരാൻ പാടില്ല എന്ന് വെച്ച് അവരെ എന്താ പറയാ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അവര് സ്കൂളിൽ പോകുമ്പോൾ അവരെ കണ്ണിന്ന് വെള്ളം വരരുത്, എനിക്ക് അതിലപ്പുറം എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്റെ മക്കളെ കണ്ണിന്ന് ഒരു വെള്ളം വരുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ എന്തും ആണെങ്കിലും എന്നെ ഒരാൾ കൊല്ലാൻ വന്നാൽ പോലും ഞാൻ ചില സമയത്ത് ചിരിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ നിൽക്കും. പക്ഷെ എന്റെ
ഒരു രീതിയിലും അവരൊരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ എന്റെ മക്കൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നണ മാളു മേഡം പറഞ്ഞതോ അല്ലെങ്കിൽ അതിലപ്പുറം അതിനെക്കാട്ടി ഒരുപാട് 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 എന്താ പറയാ ഞാൻ താഴ്ത്തണതല്ല, പക്ഷെ അത്രത്തോളം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരൊറ്റ മിനിറ്റ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് മാത്രം വിചാരിച്ച ഞാൻ എന്നെ തന്നെ ഒരുപാട് പ്രാവശ്യം എനിക്കിപ്പോഴും അത്ഭുതമാണ്. ഞാൻ പല സ്റ്റേജിലും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. എന്താണെന്നറിയോ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. കാരണം എന്നെ തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മതിലിന് തലയിട്ടിട്ട് അടിച്ചിട്ടും പലകെടുത്ത് തലക്കടിച്ചിട്ടും നെഞ്ഞത്ത് കുത്തിയിട്ടും എനിക്ക് ചെയ്യാം, നരമ്പ് കട്ട് ചെയ്തിട്ടും മണ്ണെണ്ണ ഒഴിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ജീവിതം ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും എല്ലാവരും പറയല്ലേ എന്തിനാണ് മരിക്കണത് അല്ലെ, നമുക്ക് കയ്യും കാലും ഇല്ലേ, അധ്വാനിച്ച് ജീവിച്ചൂടെ. ഞാനും പലപ്പോഴും പറയണതാണത്. പേപ്പറിൽ ഒരു ന്യൂസ് കാണുമ്പോൾ ഒരു വീട്ടമ്മ ജീവൻ ഒടുക്കി അല്ലെങ്കിൽ ഒരു കുടുംബം മൊത്തം ജീവൻ ഒടുക്കി എന്ന് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും എന്തിനാ ഇവർക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരോടും ഞാൻ അങ്ങനെയാണ്, എല്ലാവർക്കും ധൈര്യം കൊടുക്കും. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ എന്താക്കും, ഒതുക്കി തീർക്കും. അപ്പൊ പിന്നെ എനിക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റും. എനിക്ക് ഒരാളോട് എനിക്ക് എന്റെ വിഷമങ്ങൾ പറയണതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ പ്രശ്നങ്ങൾ ഞാൻ നേരിടണം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ, അതായത് എനിക്ക് തോന്നുന്ന ഒരു 28-29 വർഷക്കാലം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങളോട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഡ്രസ്സ് പോലും എനിക്കിടാനോ അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ചെരുപ്പോ അങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറയാനുള്ളതുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ കുറെ. അപ്പൊ ഇതുപോലെ തന്നെ എന്റെ മക്കളെ പോലെ തന്നെ എനിക്കും ഒരു അമ്മ ഉണ്ടായിട്ടുണ്ട്. ആ അമ്മക്കും ഒരുപാട് ആഗ്രഹങ്ങളാണ്. എന്താണ്, എന്റെ മോളെ കണ്ണെന്ന് ഒരു വെള്ളം വീഴരുതെന്ന് ഇതുപോലെ തന്നെ എന്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് എന്റെ അമ്മ ഒരു 5-6 കൊല്ലായി എന്റെ അമ്മയും ഇതുപോലെ മരണപ്പെട്ടു. കാരണം അമ്മക്കൊരു നല്ല രീതിയിൽ മകള് സന്തോഷത്തിലാണ് എന്നുള്ളതോ, എന്റെ മോൾക്ക് ഒരു വീടായിരുന്നോ, അല്ലെങ്കിൽ എന്റെ മോൾ ഇന്ന് നല്ല ഡ്രസ്സ് ഇട്ടിട്ടും അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു മനസമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് കാണാൻ ഭാഗ്യമില്ലാണ്ട് പോയ ഒരു അമ്മന്റെ ഒരു മോളാണ്. അതുപോലെ തന്നെ അച്ഛനും മരണപ്പെട്ടു. ക്യാൻസർ ആണ് രണ്ടാൾക്കും. അപ്പം എന്റെ അമ്മ മരണപ്പെട്ടത്, അത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മന്റെ ജീവിതം ഇന്നില്ലാണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വേദിയിലും എന്റെ അമ്മനെ പറ്റിയിട്ട് പറയണത്. കാരണം അതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ എന്റെ മോൾക്കോ എന്റെ മോനോ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ എന്റെ അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ മോള് കല്യാണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ എന്റെ മോൾക്ക് നല്ലൊരു വീടും അല്ലെങ്കിൽ എന്റെ മോള് സമാധാനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായ ഒരു വ്യക്തിയാണ് ഞാന്. അങ്ങനെ എന്താ പറയാ മക്കൾക്ക് നല്ല +2 വരെ നല്ല രീതിയിൽ എന്റെ മോനെ പഠിപ്പിച്ചു. മർച്ചന്റ് നേവിയിലാണ് ആള്. അതുപോലെ തന്നെ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഫിജിക്കാർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ മോളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയാ ആദ്യം കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞു ഡിവോഴ്സായി. ഡിവോഴ്സ് ആവാൻ കാരണം പണം ഇല്ലാത്തതും പൊന്നു കുറഞ്ഞതിന്റെ പേരിലെല്ലാം ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം നടന്നത്. അപ്പൊ അത് വീടില്ലാത്തതിന്റെ പ്രശ്നം, അങ്ങനെ എന്താ പറയാ അവിടെ ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, ടൈമും പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ചുരുക്കി ഞാൻ ഫിജിക്കാർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലോ എന്റെ എന്താ പറയാ നമ്മളെ കുടുംബത്തിലോ ഒരാൾ പോലും ഒരു ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഇല്ല. സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ആൾക്കാരൊക്കെ നല്ല അത്യാവശ്യം കഴിവും കാര്യങ്ങളും ഉള്ളതാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്റെ അമ്മന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ മാത്രം കുറച്ച് ഒരു ഇതായിട്ടാണ് ഉള്ളത്. അപ്പൊ അത് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ ഓരോ സദസ്സിലും പോകുന്ന സമയത്ത് എല്ലാരെ കാഴ്ചപ്പാടും സ്വപ്നം ഒരിക്കലും രക്ഷപ്പെടില്ല. നീ രക്ഷപ്പെട്ടിട്ടില്ലേ, നീ ഉള്ളിന്റെ ഉള്ളില് ചിലപ്പോ അവര് വലിയ പണക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെ അവരെ മുഖം കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷമം, അത് ഒരിക്കലും എന്താ പറയാ മനസ്സിൽ നിന്ന് പോവാത്ത ഒരു കാര്യങ്ങളാണ് അല്ലെ. നിങ്ങൾക്കാണെങ്കിലും പണം ഇല്ലാത്ത, നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. ഇതിൽ ഞാൻ നേരത്തെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് വീട്ടമ്മമാരുണ്ട്.
ഒരുപാട് വീട്ടമ്മമാര് തന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആളുകളാണ് അല്ലെ. എന്റെ മുന്നിൽ ഇരിക്കുന്ന വീട്ടമ്മമാരും എല്ലാവരും ഒട്ടനവധി ആളുകളും പ്രതീക്ഷയോടെ, കാരണം നാളെ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും ഇന്ന് കിട്ടും. ഞാൻ എപ്പോഴും ലോട്ടറി മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എനിക്ക് ബിസിനസ് ഒന്നും ഒരിക്കലും എന്തെങ്കിലും ഒരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ രക്ഷപ്പെട്ടു എന്ന് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഒരു ലോട്ടറി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം സെറ്റ് ആവും. അത്രയും ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഒരു 85-90 ലക്ഷം രൂപ ബാധ്യത നിൽക്കുന്ന സമയത്താണ് എന്റെ എന്താ പറയാ നമ്മൾ പറയില്ലേ എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോ അതിന്റെ കൂടെ എന്റെ മോളെ ഡിവോഴ്സ് വന്നു. അതിന്റെ കൂടെ എനിക്ക് വീടുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ ഞാൻ അനുഭവിച്ച് നിൽക്കുന്ന സമയത്താണ് വിജയ് കാർഡ്. ഇതൊരു എപ്പോഴും എല്ലാവരും പറയും ദൈവത്തിന്റെ ഒരു ദൈവസ്പർശമുള്ള ഒരു സംഭവമാണ് വിജയ് കാർഡ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമയം. കാരണം എന്നെ ഇതിലേക്ക് ജോയിൻ ആക്കുന്നത് അതായത് എന്റെ ഒരു ഫ്രണ്ട്, ഒരു 28-29 വർഷക്കാലം പരിചയമുള്ള, അല്ലെങ്കിൽ ഒരു 30 വർഷക്കാലം പരിചയമുള്ള ഒരു ഫ്രണ്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത്, അതായത് രാധിക എന്നുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ ആളോട് ഈ പ്ലാന് കേൾക്കുമ്പോഴും എന്നെ എങ്ങനെയെങ്കിലും സ്വപ്നിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും, അത്രയും വലിയൊരു അവസരമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആളോട് പറഞ്ഞ രാധിക എനിക്ക് രക്ഷപ്പെടാൻ എന്തായാലും കഴിയില്ല. മാത്രമല്ല എനിക്ക് ഇത്തരം ബിസിനസ്സുകൾ ഒരിക്കലും എനിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് എനിക്കറിയാം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പണം ഇല്ല. അപ്പൊ നമ്മളിപ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ളത് ഒരു ഇതാണ് അല്ലെ. കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ ടൈം പർച്ചേസിങ് നടത്തണം. ആ പർച്ചേസിങ് നടത്താൻ പോലും എന്റെ കയ്യിൽ ഒരു കാശില്ല. കാരണം അത്രത്തോളം എന്താ പറയാ ഒരു പിന്നെ കമ്മലോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് എന്ന് പറയുന്ന സാധനം തന്നെ എന്റെ വീട്ടിലില്ലാണ്ട് എത്രയോ നാളുകളായി. അങ്ങനെയുള്ള ഒരു ബാധ്യതയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇത്രയും വലിയൊരു ബിസിനസ്സിന്റെ അവസരം പറയുമ്പോൾ, അത് മാത്രമല്ല വിദ്യ, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, എനിക്ക് എന്ത് യോഗ്യത ഈ ബിസിനസ്സിൽ വരാൻ. എനിക്ക് ഒരിക്കലും ഒരു യോഗ്യത അങ്ങനെ ഒരു ബിസിനസ്സിൽ ജോയിൻ ആവാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞ് ഞാൻ ആളെടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് വെച്ചാൽ എന്നെ അങ്ങനെ രക്ഷപ്പെടേണ്ട. കാരണം ഞാൻ വിചാരിച്ച ആൾക്ക് എന്തെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണതാണെന്നാണ് എന്റെ മനസ്സിൽ പോയത്. അപ്പൊ ഞാൻ എത്ര ഫ്രണ്ട് ആണെങ്കിലും ഒരു നിമിഷം നിങ്ങളും ചിന്തിച്ചു പോലെ ഇവർക്ക് എന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇൻവൈറ്റ്, സത്യം പറഞ്ഞാൽ നമ്മള് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും പിറകെ നടക്കണം. അപ്പൊ ആളോട് ഞാൻ പറഞ്ഞു, രാധിക ഞാൻ എന്തായാലും എന്നെ നീ വിളിക്കരുത്. പക്ഷെ അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞ സമയത്ത് ആളെന്താക്കി എന്റെ മോളോട് പറഞ്ഞു, കുക്കു അമ്മക്ക് പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ല, നീ ഒന്ന് കേൾക്ക്, ഈ പ്ലാൻ ഒന്ന് കേൾക്കുന്ന പറഞ്ഞു. അപ്പൊ എന്റെ മോൾ അന്ന് ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആളോട് പറഞ്ഞ സമയത്ത് ഈ പ്ലാന് കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ മോൾക്ക് വേണ്ടിയിട്ടും ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കേൾക്കാന്ന് വിചാരിച്ച് മാത്രം പോയതാണ്. അപ്പോഴും രാധിക മേഡത്തിന് അറിയാം. കാരണം ഞാൻ അന്നേരം വീട്ടുജോലിക്കെല്ലാം പോയി തിരക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോളോട് പറഞ്ഞു, വാ എന്നാൽ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് ആ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത് ആ സാറ് പ്ലാന് പ്രസന്റ് ചെയ്ത് വന്നു. ആ പ്രസന്റ് ചെയ്ത സമയത്ത് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ കണ്ണ് കുറച്ച് കാര്യങ്ങൾ കണ്ട് അത് ഇങ്ങോട്ടേക്ക് ഗ്രഹിച്ചെടുത്തു. എന്താണ് എന്റെ കണ്ണ് പോയ ഒരു സംഭവം എന്ന് വെച്ചാല്, ആദ്യം തന്നെ ഇതില് 30,000 ഉണ്ട്, 50,000 റൈഡർ ഫണ്ട് കൊടുക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ ഉണ്ട്, 50 ലക്ഷം രൂപ ഉണ്ട്, 1 കോടി ഉണ്ട്. അതിനപ്പുറം ഞാൻ നോക്കി കണ്ട ഒരു വ്യക്തി, എന്താ പറയാ എന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വ്യക്തി വേറെ ആരുമല്ല, നമ്മളെ കമ്പനീന്റെ ചെയർമാനായ നട്ടലുള്ള ബോച്ചെ എന്നൊരു വ്യക്തി അല്ലെ. എനിക്ക് ഒരുപാട് സത്യം മനസ്സിൽ ഞാൻ ഉള്ളു തുറന്നു പറയട്ടെ, ആദ്യം എനിക്ക് ബോച്ചെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കമ്പനിയാണ് കേൾക്കണത്, നാളെ എന്നെ ഇതിന് പിടിച്ച് പുറത്തിടുമെന്ന് എനിക്കറിയില്ല. സത്യം മനസ്സിൽ ആദ്യം ആളെ തമാശകൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് ആളെ മനസ്സിലാക്കുന്ന, അതായത് അങ്ങനെ അത്ര വലിയൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ആളാണ് ഇത് ഞാൻ ബോച്ചെ എന്ന് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കൊണ്ടാന്ന് ഇങ്ങനെ ആ ഒരു ഫോട്ടോ കണ്ട സമയത്ത് എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ ആ ഫോട്ടോ കണ്ട സമയത്ത് ആളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പിന്നീടാണ് ആളെ മനസ്സിലാക്കണം. കാരണം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാനും എന്റെ അമ്മ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ടായ സമയത്ത് ഞാനും എന്റെ അമ്മക്ക് വേണ്ടിയിട്ട് ആളെടുത്ത് സംസാരിക്കാൻ പോണെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, ഒരുപാട് ചാരിറ്റിയും കാര്യവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാനും കൂടി പോയി ബുദ്ധിമുട്ടിക്കേണ്ടതാണ്. പക്ഷെ കുറച്ച് സമയമാകുമ്പോഴത്തേനും അമ്മ മരണപ്പെട്ടു.
അന്ന് മുതല് ആളോടൊരു വല്ലാത്തൊരു ഒരു ഇഷ്ടായി. അതായത് അത് എനിക്ക് തോന്നുന്നു ആ ഇഷ്ടം കൂടി കൂടി എന്റെ ആ ഒരു പ്ലാൻ ബുക്കില്, അതായത് നമ്മളെ കമ്പനിയുടെ പ്ലാൻ ബുക്കില് ആളെ ഫോട്ടോ കണ്ട സമയത്ത് ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല. സത്യം, ദൈവം സത്യമാണ്, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ബോച്ചെ ഒരു ദൈവം നിൽക്കുന്ന അതേ ഒരു അങ്ങനെ ഒരു എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ പറയണ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കോ അല്ലെങ്കിൽ അത് ഉള്ളതാണോ എന്താണോ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്റെ സംഭവം, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ബോച്ചെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അന്ന് ഞാൻ കണ്ടത് ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട അതേ ഒരു ഇതിലാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ ഒന്നും നോക്കാണ്ട് ഞാൻ ആളോട് ചോദിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൈസ കാണുമ്പോൾ ആരായാലും ഭയങ്കര ഇഷ്ടാവില്ലേ, കാരണം ഞാൻ അതിനു വേണ്ടി അലയുന്ന നടക്കുന്നൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഈ 5 ലക്ഷവും 50,000 30,000 എല്ലാം കിട്ടുന്നു പറഞ്ഞ സമയത്ത് ഞാൻ എന്താക്കി, ആ സാറിനോട് ആ പ്ലാൻ ബുക്ക് ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് മറിച്ച് നോക്കിയപ്പോ ഒന്നുകൂടി ബോച്ചേനെ നോക്കി. ഞാനും ഒരു ചിരി ചിരിച്ചു. എന്തായാലും ആൾക്കൊരു ചിരി കൊടുക്കാന്ന് വെച്ചാൽ ഞാനും ഒരു ചിരി ചിരിച്ചു മനസ്സുകൊണ്ട്. ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ മന്ത്രിച്ചു തുടങ്ങി. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ എന്താക്കി, മെല്ലെ 50 ലക്ഷത്തിന്റെ പേജെല്ലാം കണ്ടു. ഞാൻ എന്റെ മോളോട് പറഞ്ഞു ഞാൻ ജോയിൻ ആവട്ടെ എന്ന് ചോദിച്ച സമയത്ത് എന്റെ മോൾ അവിടുന്ന് വിചാരിച്ചത് അമ്മ വെറുതെ ചോദിച്ചത്, കാരണം അമ്മക്ക് ഇഷ്ടമല്ലാണ്ടാണല്ലോ ആ പ്ലാന് കേൾക്കാൻ വന്നത്. അത് കഴിഞ്ഞതിന്റെ ശേഷം മോള് പറഞ്ഞു എന്നാ അമ്മ വേണമെങ്കിൽ പിന്നെ എന്താ പറയാ, ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആയിക്കോ, കാരണം ആൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. അങ്ങനെ എന്താ പറയാ, ആ പ്ലാന് കഴിഞ്ഞു. ഞാൻ എന്താക്കി, ഞാൻ ആ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ജോയിൻ ആവാന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എനിക്കൊരു വിഷമം തോന്നി. കാരണം ഈ വിഷമം തോന്നിയത് നമുക്ക് നേരത്തെ പ്ലാനിൽ ഉണ്ടായി ഒരു 100 SBന്റെ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന്. അപ്പൊ ആ സാറ് പറഞ്ഞു, ഒരു ഫോം തന്നു, അത് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞതിന്റെ ശേഷം പ്രോഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു വിഷമം എനിക്ക് വന്നത്. കാരണം എങ്ങനെ ഞാൻ ഇതിലേക്ക് ജോയിൻ ആവും? അത്രയും എന്താ പറയാ, ഒരു വീട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് പട്ടിക അടിച്ച വീടാണ്. ആ വീടിന്റെ ആധാരം ബാങ്കിലാണ്. അതുപോലെ തന്നെ 85-90 ലക്ഷം രൂപ ബാധ്യത. ഓരോ ആളുകളും കടക്കാരെന്നെ വിളിച്ച് വിളിച്ച് എന്താ പറയാ ശല്യപ്പെടുത്തുന്ന ഒരു സമയം. അത് മാത്രല്ല നമുക്ക് അന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം കിട്ടാണ്ട് ഓടുന്ന ഒരു 6 ഇസാഫ് എന്റെ കയ്യിൽ അന്ന് ഉണ്ടായിട്ടുണ്ട്. 6 ഇസാഫ് അമ്മന്റെ പേരിലും നാത്തുവിന്റെ പേരിലും എളാമന്റെ പേരിലും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഒരുപാട് ഇഷ്ടമാണ് എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്കെല്ലാം എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ആധാർ ചോദിച്ചാലും പെട്ടെന്ന് തരും. അപ്പൊ എവിടെ ലോൺ ഉണ്ടോ അവിടെ സ്വപ്നം ഉണ്ട്. അതാണ് എന്റെ ഒരു കുറച്ച് മുന്നേ ഉണ്ടായ ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ശരിക്കും പറഞ്ഞ ഫിജി കാർഡിൽ എനിക്കറിയാം എന്നോടൊപ്പം ഒരാൾ പോലും ജോയിൻ ആവില്ല. കാരണം അവർക്കൊക്കെ എന്റെ അടുത്തുള്ള ആളുകൾക്കെല്ലാം എന്റെ ജീവിതം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്റെ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഉയർച്ചയുള്ള ഒരു കുടുംബമാണ്. അപ്പൊ അവരും ഒരിക്കലും ഈ പ്ലാന് കേട്ടത് കൊണ്ട് ഈ പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നണ ഒരു 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു 28 വർഷത്തെ ഒരു ഒരിക്കൽ പോലും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഹസ്ബൻഡിന് വേണ്ടി, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടാണ്. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആ സമയം മുതൽ ഒരു 4 വർഷം സമാധാനത്തിൽ ഒന്നും അറിയാണ്ട് ജീവിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ നെട്ടോട്ടും ഓടി വിയർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും ജീവിതത്തിനോട് മല്ലടിച്ച് നിൽക്കുന്ന സമയത്തും എനിക്ക് സത്യം മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആർക്ക് വേണ്ടി ഓടിയതാണോ, എനിക്ക് എന്റെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ എല്ലാം ഉത്തരം ഞാൻ തന്നെ കാണണം. പക്ഷെ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ബുക്ക് അന്നത് എന്റെ മനസ്സിൽ ആ ബോച്ചേന്റെ ഒരു ദൈവത്തിനെ പോലെ എനിക്ക് എന്തോ ഒരു ഇത് ഉടക്കിയ സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടില്ല, എന്റെ മക്കളോട് ചോദിച്ചില്ല, ആരോടും ചോദിച്ചിട്ടില്ല. എനിക്കറിയാം എന്റെ മോൾ അന്ന് പറഞ്ഞത് എന്നെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ, വീട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള സമയം. ഞാൻ അന്ന് ഒരു തീരുമാനം എടുത്തു. ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് സ്വപ്നം വന്നു. ഉറപ്പായിട്ടും ഞാൻ ആ സാറിനോട് പറഞ്ഞ സാറേ ഞാൻ ജോയിൻ ആവാന്ന്. പിന്നീടാണ് ആ ഫണ്ടിന്റെ കാര്യം ഞാൻ ഓർത്തത്. ഫണ്ടിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നേരെ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിനെ അടുത്ത്, എനിക്കറിയാം ഹസ്ബൻഡ് ജോയിൻ ആവില്ല എന്നുള്ളത്. കാരണം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമ്മൾ രക്ഷപ്പെടാൻ പോണ്, എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ട്, ഞാൻ ഉറപ്പായിട്ടും
കോടികൾ വാങ്ങും, ഇന്ന റാങ്കിൽ എത്തിയാൽ ഇന്ന കോടികൾ കിട്ടുമെന്നുള്ളതൊക്കെ ഞാൻ ആളോട് പറഞ്ഞ സമയത്ത് ആളൊരു തണുപ്പം മട്ടും ആളിപ്പോഴും എനിക്ക് ആ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ട്. നല്ലൊരു തെറിയാണ് ആൾ എന്നോട് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ആ തന്നെ നിന്നെ ബോച്ചെ രക്ഷപ്പെടുത്താൻ പോകണം, മാത്രല്ല നിന്റെ ആളിങ്ങനെ തന്നെ പറഞ്ഞ അവരവരെ വിദ്യാഭ്യാസവും അവരവരെ നിലയും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള യോഗ്യത എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യം പറഞ്ഞ് പിന്നെ ഒരു തോന്നിയാസ വാക്കും പറഞ്ഞു. അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതോടുകൂടി ഞാൻ സ്റ്റെക്കായി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം ഒരു തീരുമാനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അവിടെ ഒരു തീരുമാനം പറഞ്ഞത്. ആ തീരുമാനം എനിക്ക് എടുക്കണമെന്ന് ഞാൻ തന്നെ വാശി പിടിച്ചു. ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ എന്റെ ഹസ്ബൻഡ് അറിയാണ്ട് ഞാൻ എങ്ങനെ ഇതിലേക്ക് ജോയിൻ ആയി. പല ആളുകളോടും ഞാൻ ഈ പ്ലാന് പറയുന്ന സമയത്ത് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, എനിക്ക് പൈസ ഇല്ല മാഡം, എനിക്ക് ബാധ്യതകൾ ഒരുപാടുണ്ട്. ആ ബാധ്യതകൾ ഉണ്ടായ സമയത്ത് എനിക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ഫണ്ടില്ല. ഒരു പ്രോഡക്റ്റ്, അതായത് വൺ ടൈം പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്, ഒരു 100 SPന്റെ പ്രോഡക്റ്റ് എടുക്കേണ്ടത്. പക്ഷെ അതിന് പൈസ എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. എന്റെ അവസ്ഥ പോലെ ഒരിക്കൽ പോലും ഇതിലുള്ള ഒരാൾക്ക് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ അന്ന് അനുഭവിച്ച ആ അവസ്ഥ ഒരിക്കൽ പോലും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്ത് ഞാൻ ആ ഫണ്ട്, അതായത് നമ്മൾ കണ്ടെത്തണം അല്ലെ, നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ എന്താണുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവസരം നമ്മൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് അത് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണം. അങ്ങനെ ആ തീരുമാനം എടുത്തു. ഞാൻ എന്റെ ഹസ്ബൻഡ് അറിയാണ്ട് ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ഹസ്ബൻഡ് ഞാൻ ഫിജി കാർട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. ചെറിയൊരു വരുമാനം വന്നു തുടങ്ങിയ സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞത് ഒരു 10-20,000, രണ്ടാമത്തെ റാങ്ക് എത്തിയ സമയത്ത് ഒരു 20,000 രൂപ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ജോയിൻ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ കറണ്ടിന്റെ പൈസ അടക്കാനായ സമയത്ത് ആൾക്ക് പൈസ ഇല്ലാണ്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ATM എടുത്തു കൊടുത്തു. എനിക്ക് ATM ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് ആ 20,000 രൂപ അതിലുണ്ട്. പക്ഷെ 20 ലക്ഷം അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകളും ഉണ്ട്. ഇത് കാട്ടിട്ട് ഞാൻ ഒരുപാട് ഇത് വാങ്ങുന്നുണ്ട്. അപ്പം ആളോട് പറഞ്ഞു, ഇതാ പിന്നെ ഇങ്ങനെ ആ കാർഡിലുണ്ട് പൈസ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ എങ്ങനെ പൈസ കിട്ടി? ഞാൻ പറഞ്ഞു, ഫിജി കാർഡിൽ നിങ്ങൾ അറിയാണ്ട് ഞാൻ ജോയിൻ ആയതാണ്, എന്നെ ഒന്നും പറയരുത്. അന്ന് ആള് ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രാത്രി ആൾ എന്നോട് പറഞ്ഞ്, നീ കുക്കുവിന്റെ പേരിൽ, അതായത് എന്റെ മോളുടെ പേരിൽ ID അടിക്ക്, പിന്നെ എന്റെ പേരിലും ID അടിച്ചു വന്നു. അന്ന് മുതൽ ഇന്ന് 6 വർഷം കഴിഞ്ഞു. എന്താ പറയാ, എന്റെ ഹസ്ബൻഡ് എല്ലാ സപ്പോർട്ടും, എന്റെ ഫാമിലി മൊത്തം ഭയങ്കര സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് തോന്നണേ ഇന്ന് എന്റെ ഈ ഒരു അച്ചീവ്മെന്റിന് ഏറ്റവും കൂടുതൽ എന്റെ ഭർത്താവും എന്റെ ഫാമിലിയും തന്നെയാണ് എനിക്ക് സപ്പോർട്ട് തന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. കാരണം എനിക്ക് സത്യം പറഞ്ഞു വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് പറയണതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല, യൂട്യൂബ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇതിലുള്ള ഞാൻ എന്റെ മോളോട് പറയും, മക്കൾക്കാർക്ക് എത്ര താല്പര്യം ഉണ്ടായിട്ടില്ല ആദ്യം. അപ്പൊ എന്റെ മോളോട് ഞാൻ പറയും, ഇതാ 5 ലക്ഷം അമ്മ വാങ്ങും, 50 ലക്ഷം രൂപ വാങ്ങും എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് മോള് പറഞ്ഞു, ആ തന്നെ ഇപ്പൊ വാങ്ങും, ഒരിക്കലും നടക്കൂല അമ്മ, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല. കാരണം അവള് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും സമയം അവര് അങ്ങനെ എന്താ പറയാ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്താണ് അവരത് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ എന്തുകൊണ്ടും എനിക്ക് വിജയിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഓരോ റാങ്കില് എന്താ പറയാ കമ്പനീന്റെ 2-മത്തത് 3-മത്തെ റാങ്ക് എത്തി. 3-മത്തെ റാങ്കിൽ എത്തുമ്പോൾ നമുക്കറിയാല്ലേ, എന്താ പറയാ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് അത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പിന്നെ ഇൻഷുറൻസിന്റെതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ വന്നു. ആ ഓപ്പറേഷൻ ഇതേപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ, എനിക്ക് തോന്നണം ഞാനൊന്നും ഒരിക്കൽ പോലും കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു കോഴിക്കോട് തന്നെ മൈത്ര ഹോസ്പിറ്റല്, ഭയങ്കര ഒരു ഇതുള്ള ഒരു ഹോസ്പിറ്റല്. എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരി ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരിക്കലും പോവാനോ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഫിജി കാർഡ് എന്ന ഒരു ബിസിനസ്സിൽ വന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. നല്ലൊരു സജ്ജീകരണത്തോട് കൂടിയിട്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു പിന്നെന്താ പറയാ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു. പിന്നെ അതുപോലെ തന്നെ ഡെയിലി 30,000 അല്ലെ നമ്മളെ കമ്പനീന്റെ പ്ലാനിലുണ്ട്, ഒരു ഡെയിലി 30,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 1,500 PV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 30,000. 2 വർഷത്തോളം ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മക്ക് ഒരു ഡെയിലി 30,000 രൂപ വാങ്ങിക്കാൻ പറ്റണത് ഏറ്റവും വലിയൊരു എന്താ പറയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെ. അങ്ങനെ ഒരിക്കൽ പോലും എന്താ പറയാ ഞാൻ ഒരു സമയത്ത് പോലും ഇത്രയും വലിയൊരു വരുമാനം ഒരിക്കലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആ ഡെയിലി 30,000 രൂപയെ ഞാനൊരു 2 വർഷത്തിലധികം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രല്ല
കമ്പനീന്റെ 50,000 രൂപ അത് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു 50,000 രൂപ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ലക്ഷം രൂപ അതെനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കാർ ഫണ്ട് ഇന്നിപ്പോ നമ്മളെ ഷിനു സാറും നമ്മളെ മാളുമേടെ ഒക്കെ വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മള് പിന്നെന്താ പറയാ ഒരു 50 ലക്ഷം രൂപ ഞാൻ എന്താ പറയാ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞാൻ അങ്കമാലി വെച്ച് ഡോക്ടർ ബോബി ചെമ്മണൂരിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു 50 ലക്ഷം രൂപ എനിക്ക് വാങ്ങാൻ സാധിച്ചു. അത് മാത്രല്ല 13ാമത്തെ റാങ്ക് എത്തി. നിങ്ങൾ ഓരോരുത്തരും അല്ലെ, ചില ആളുകളെ മനസ്സിൽ ഇതൊക്കെ കൊടുക്കോ ചെയ്യോ, പുതിയ ആളുകളെ മനസ്സിലുണ്ടാവും ഇത് കിട്ടോ എന്നൊക്കെ. പക്ഷെ ആ 13ാമത്തെ റാങ്കിൽ എത്തിയ സമയത്ത് എനിക്ക് 1 കോടിയുടെ ചെക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 22-ാം തീയതിയാണ് എനിക്ക് അത് ക്രെഡിറ്റ് ആയത്. അപ്പൊ അത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യമല്ല, അതെല്ലാരും പറയുന്നതാണ് ഭാഗ്യം എന്ന്. പക്ഷെ ഞാൻ ഇതില് ഞാൻ ഈ ഒരു ഫിജിക്കാർഡ് എന്ന ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എന്റെ അടുത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ആര് ജോയിൻ ആവും എന്നുള്ളത്, അതായത് എന്നോടൊപ്പം ഈ ഒരു പ്ലാന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളതെല്ലാം ഞാൻ ആദ്യം തന്നെ ആരും ജോയിൻ ആവില്ല. പക്ഷെ ഞാൻ ഇത് ആരിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഇതിലുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ് ആവട്ടെ, മീറ്റിംഗ്, എല്ലാ കാര്യങ്ങളും നമ്മളെ കമ്പനി തന്നെ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ ലീഡേഴ്സ് തന്നെ നമുക്ക് എല്ലാവിധ അറിവും, നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ആരോട് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ എല്ലാ രീതിയിലും എനിക്ക് എല്ലാ അറിവുകളും എന്റെ കമ്പനീന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലീഡേഴ്സ് എന്റെ അപ്ലൈനായിട്ട് വന്ന അവരുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിൽ എത്താൻ എനിക്ക് സാധിച്ചത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 22-ാം തീയതിയാണ് എനിക്ക് ഈ ഒരു ചെക്ക് കിട്ടിയത്. ഈ 20-ാം തീയതി കമ്പനീന്റെ ഒരു വലിയ, കമ്പനീന്റെ അല്ല എന്റെ ടീമിന്റെ ഒരു വലിയൊരു ഓഫർ അല്ല ഒരു പ്രോഗ്രാം ഞാൻ പെരുമ്പാവൂർ വെച്ച് നടത്തിയിട്ടുണ്ട്. ആ പെരുമ്പാവൂർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ബോച്ചയാണെങ്കിലും നമ്മളെ കമ്പനീന്റെ MD ആയ സാംസാർ ആണെങ്കിലും അവിടെ ആ വേദിയിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സാംസാർ, സഞ്ജയ് സാർ, അങ്ങനെ കുറെ ആളുകള് നമ്മളെ കമ്പനി മാനേജ്മെന്റ് എല്ലാം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം എന്റെ ടീമിലുള്ള അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇത്രയും വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിയല്ലോ എന്ന്. ഇപ്പൊ കഴിഞ്ഞ ഒരു 20-ാം തീയതി തന്നെ എനിക്ക് തോന്നണതല്ല, എന്റെ ടീമില് സന്ധ്യ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 5 ലക്ഷം രൂപന്റെ ചെക്ക് ആ മേഡത്തിന് കിട്ടി. അതുപോലെ തന്നെ അസേനാർ സാറ്, പെരുമ്പാവൂർ ടീമിലെ അസേനാർ സാർ, പിന്നെ എനിക്ക് തോന്നണ അവിടുന്ന് ആ സമയത്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ 5 ലക്ഷം രൂപന്റെ ചെക്ക്. അതുപോലെ തന്നെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവരെല്ലാരും നല്ല അടിപൊളിയായിട്ട്, അത് മാത്രമല്ല നമ്മൾ ഇടുക്കി ജില്ലയിലെ ഒരു സ്മിത എന്ന് പറഞ്ഞ ഒരു വ്യക്തി 5 ലക്ഷം രൂപന്റെ ചെക്ക് ആ സമയത്ത് അവിടുന്ന് ആ മേഡത്തിനും കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എന്താ പറയാ, ഇന്ന് മാളുമേടാണെങ്കിലും ഷിനു സാറും വെയിറ്റിംഗിലാണ്. അതുപോലെ 50,000 രൂപ റൈഡർ ഫണ്ട് എന്റെ ടീമിൽ എനിക്ക് തോന്നുന്ന ഒരു 6ഓളം ആളുകൾ 50,000 രൂപ റൈഡർ ഫണ്ട് ആ സമയത്ത് ആ 20-ാം തീയതി തന്നെ അന്ന് നടത്തി. മാത്രല്ല ഇതൊന്നല്ല എന്റെ ടീമിലുള്ള അച്ചീവ്മെന്റ് ഒരുപാട് 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 അപ്പുറമാണ്. കാരണം ഇന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന, ഞാൻ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, അത്രയും ഭയങ്കര സന്തോഷവും കാരണം സമാധാനമല്ല സന്തോഷം. കാരണം എന്റെ കൂടെ, അതായത് ഒരു സമയത്ത് ഒരു 100 രൂപ പോലും കിട്ടാൻ വകുപ്പില്ലാത്ത ഒരു വ്യക്തിന്റെ കൂടെ ഇന്ന് ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിലപ്പുറം സന്തോഷം വേണോ അല്ലെ? സന്തോഷം എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. എനിക്ക് ഇതിലപ്പുറം സന്തോഷം എന്താണ് ഞാൻ ശരിക്കും എന്താ പറയാ, കഴിഞ്ഞ ദിവസം 1 കോടിന്റെ ചെക്ക് കിട്ടിയ സമയത്തും എനിക്ക് എന്റെ മൈൻഡൊക്കെ ബ്ലോക്ക് ആയി എന്നുള്ളതാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് BOP സംസാരിക്കാൻ പോയ സമയത്ത് എനിക്ക് അറിയില്ല ഇതിലുണ്ടാവും അവിടെ കോഴിക്കോട് BOP പങ്കെടുത്ത ലീഡേഴ്സ് ഉണ്ടാവും. ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റണില്ല അത്രത്തോളം. കാരണം ഞാൻ ഇത്രത്തോളം വളർന്നല്ലോ. ഞാൻ ചെറുതാണ്. എന്റെ മനസ്സിൽ എന്ന് വെച്ചാല് ഒരു 85 ലക്ഷം രൂപ ബാധ്യതകളല്ലേ, അത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വീട് എന്നാണ്. പക്ഷെ ദൈവം എത്തിച്ച് ബോച്ചെ തന്നത് അല്ലെങ്കിൽ നമ്മളെ കമ്പനി തന്നത് ഇതൊന്നുമല്ല. ഞാൻ പറയാ, ഒരു സമയത്ത് ഒരു ഗോൾഡ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു 130 പവന്റെ സ്വർണം സ്വപ്ന എന്ന് പറഞ്ഞ ഒരു വ്യക്തി 8ാം ക്ലാസ്സുകാരി എന്റെ അക്കൗണ്ടിലുള്ള പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇന്ന് ഈ കാണുന്ന താലിമാലാവട്ടെ, ഇതല്ല ഒരു സമയത്ത് ഇതിന്റെ ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു മിന്നു പോലും എനിക്ക് കാണാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടില്ല.
സുഹൃത്തുക്കളെ. കാരണം ഒരു ഒരു 29 വർഷക്കാലം ഞാൻ ഇതിനെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു മിന്നലെങ്കിലും എന്റെ കഴുത്തിലോ ഒരു കമ്മലായിട്ടോ എന്തെങ്കിലും ഉണ്ടാവണം. ഇന്ന് ഞാൻ ഇടുന്ന അല്ലെങ്കിൽ ഇന്ന് ഞാൻ വാങ്ങിച്ച ഒരു 130ഓളം പവൻ സ്വർണം ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്റെ ഹസ്ബൻഡ് ആദ്യം നെഗറ്റീവായ എന്റെ ഹസ്ബൻഡ് ഒരു 6.5-7 പവന്റെ ചെയിൻ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഇതെല്ലാം എന്റെ സ്വപ്നമാണ്. ഞാൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ വലിയ സംഭവമാവണതല്ല. പക്ഷെ എന്റെ മനസ്സിന്റെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം. കാരണം അത്രത്തോളം ഞാൻ ചെറുതാണ് സ്വപ്നം കണ്ടതെങ്കിലും എനിക്ക് വലിയ സ്വപ്നങ്ങളാണ് ഇന്ന് എന്റെ ഫിജിക്കാട്ടിൽ നിന്ന് നേടാൻ സാധിച്ചത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം വെച്ചാല് ഇന്ന് സ്വന്തമായിട്ട് ഒരു എന്താ പറയാ ബാംഗ്ലൂർ ഒരു ബേക്കറി എടുക്കാൻ സാധിച്ചു. ഒരു 10-38 ലക്ഷം രൂപന്റെ സ്ഥലം എന്റെ മോൾക്ക് വാങ്ങിക്കാൻ സാധിച്ചു. ഒരു 10-30 ലക്ഷം രൂപ എന്റെ മോള് മാവന്റെ പേരിടാൻ സാധിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 1 കോടി കഴിഞ്ഞ ഒരു ദിവസം എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ലാസ്റ്റ് ആവാനായി, പേടിക്കേണ്ട. നിങ്ങൾ എല്ലാവരും എന്താ പറയാ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ സമയം പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എന്തായാലും ഞാൻ കാണിച്ചിട്ടേ ഞാൻ എന്തായാലും അതിന്റെ പോവുള്ളൂ. കാരണം ആ ഒരു ക്രെഡിറ്റ് ആയ സമയത്ത് 2-3 ദിവസമായി ബാങ്കിൽ പോയിട്ട് ആ ഫണ്ട് എടുക്കണ സമയത്ത് ഉണ്ടാവണ അത് ആ വൈബ് ഉണ്ടല്ലേ, അത് നിങ്ങൾ അറിയണം സുഹൃത്തുക്കളെ. കാരണം അനുഭവിച്ചിട്ട് എന്റെ അനിയത്തികളാവട്ടെ, എന്റെ അമ്മ ആവട്ടെ, എന്റെ അച്ഛനാവട്ടെ, എന്റെ മക്കളാവട്ടെ, നിങ്ങളോട് എല്ലാവരോടും, ഈ സ്ക്രീനിൽ ഇരിക്കുന്ന എല്ലാവരോടും പറയണം, ആ 1 കോടിന്റെ ചെക്ക് അല്ലെങ്കിൽ ആ ഒരു 50 ലക്ഷം രൂപ വന്ന ആ ഒരു സമയം അത് നിങ്ങൾ അനുഭവിച്ചറിയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നിങ്ങളോട് ഒരിക്കലും പുതിയ ആളുകളോട് നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ആവുന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഒരിക്കലും ഞാൻ ഒരാളെ നിർബന്ധിച്ച് പിടിച്ച് ഒരിക്കലും ജോയിൻ ആക്കാൻ ഞാൻ ഒരിക്കലും ഇതാക്കൂല. കാരണം എന്റെ തീരുമാനത്തിന്റെ അപ്പുറം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ബോച്ചെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്നും കഴിഞ്ഞ ദിവസം കൊല്ലത്തെ എവിടെയോ പോയിട്ട് ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ബോച്ചേനോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു കാര്യമാണ്, സാറ് സാർ ഇത്രയും ജ്വല്ലറികളാണല്ലോ എപ്പോഴും ഇതാക്കണം, അപ്പൊ ഫിജിക്കാട്ട് എന്തുകൊണ്ട്? അപ്പം സാറ് പറഞ്ഞ ഒരു പാഷൻ ആണെന്ന്. അപ്പൊ ഞാൻ പറയാം ഞങ്ങൾക്ക് കൂടുതൽ ഇനിയും കുറെ കാര്യങ്ങൾ. അപ്പം പറഞ്ഞ് ഇനിയാണ് ഞാൻ എന്താ പറയാ കുറച്ചും കൂടി മാറ്റങ്ങൾ വെക്കണത് എന്നാണ്. അപ്പൊ എനിക്കറിയാം ഇനിയും കുറെ അപ്ഡേഷൻ നമ്മുടെ കമ്പനിയിലേക്ക് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സാധാരണ വീട്ടമ്മാണ്, ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എന്നോടൊപ്പം നേരത്തെ പറഞ്ഞ ഷിനോ സാർ അടക്കം ഒരുപാട് ഗവൺമെന്റ് ജോബുള്ള വ്യക്തികൾ വരെ ഇന്ന് ഫിജിക്കാട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്തില്ല അല്ലെ? എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഈ ലോകത്തില്ല. പക്ഷെ അത് ലീഗൽ ആണോ എന്ന് നോക്കൂ അല്ലെ? നമ്മളെ കമ്പനി അല്ലെങ്കിൽ ഇത് കെട്ടുറപ്പുള്ളതാണോ എന്നുള്ളത് മാത്രമേ. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അധികം സമയം എടുക്കാണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയാ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരിക. നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നം. ഇപ്പൊ ഞാൻ അനുഭവിച്ച വേദനയിൽ നിന്ന് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സാധാരണക്കാരിയല്ല ഞാന്, ഇന്ന് ഒരു അസാധാരണക്കാരിയായി മാറി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇത്രത്തോളം ഞാൻ വളർന്ന്, എന്റെ ഫാമിലി വളർന്ന്, എന്റെ കൂടെ വന്ന ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് ഇതിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലെ? ആരാണെങ്കിലും നിങ്ങളൊരു നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നിങ്ങളെ ആഗ്രഹങ്ങളും. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത്ര പ്രായമായില്ല, ഇനി ഇത് നടക്കുമോ, എനിക്ക് ഫിജിക്കാർഡ് ചെയ്യാൻ പറ്റുമോ? അവിടെ നമുക്ക് പ്രായവും മതോ വിദ്യാഭ്യാസവും ഒന്നുമില്ല. നിങ്ങൾ ജോയിൻ ആവാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽ, നോമിനിന്റെ പേര് ഇത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 100 SPന്റെ പ്രോഡക്റ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരൊറ്റ തവണ നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും വലിയൊരു അവസരം തന്ന എന്താ പറയാ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. മാത്രമല്ല ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ പറയണം. എനിക്ക് ഒരു അഭിമാനമാണ് അത് പറയാൻ. ആ വാക്കുകൾ പറയണ സമയത്ത് ഞാൻ എവിടെല്ലോ എത്തിപ്പോവാണ്. കാരണം ഇത്രയും ആളുകൾ എന്റെ കൂടെ ലക്ഷങ്ങളും എന്താ പറയാ ആയിരങ്ങളും 10,000 വെറുതെ, അതായത് നടക്കുമെന്ന് വിചാരിച്ച കുറെ ആളുകൾ ജോയിൻ ആയിട്ടുണ്ട്. ഇന്ന് അവര് വാങ്ങുന്നത് ലക്ഷങ്ങളാണ്. സംശയത്തെ, അതായത് ബോച്ചയല്ലേന്ന് വിചാരിച്ച് മാത്രം ജോയിൻ ആയ കുറെ ആൾക്കാരുണ്ട്. എന്നെ മാത്രം ഇഷ്ടപ്പെട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്. കമ്പനീനെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ചിലപ്പോൾ ഓരോ ലീഡറിനെ വിശ്വസിച്ച് വന്ന ആളുകളുണ്ട്. ഇന്ന് അവരൊക്കെ വാങ്ങുന്നത് ലക്ഷങ്ങളും 10,000ങ്ങളും. ആദ്യം 1000 പോലും കിട്ടൂല എന്ന് വിചാരിച്ച ആളുകള് വാങ്ങുന്നത് ലക്ഷങ്ങളും കോടികളുമാണ്. അപ്പൊ അതാണ് എനിക്ക് പറയാം. ഇന്ന് ഏകദേശം ഒരു 3.25 അത് മാറി 4.25 കോടിയോളം വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യുന്നൊന്നും പറയണില്ല. ഇത്രയും വരുമാനം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വീട്ടിലുള്ള പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാ നടത്താൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഒരു സെക്കൻഡും കൂടെ എനിക്ക് ഒരു അവസരം തരണം. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് ആയ ഒരു 22-ാം തീയതി ക്രെഡിറ്റ് ആയ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ആ ഒരു പൈസ, അതായത് 98 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആ സന്തോഷം കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ, ഒരിക്കലും നിങ്ങളെ ബോധിപ്പിച്ചിട്ടല്ല. അതൊന്ന് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പൊ ഇത് എനിക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല, ഞാൻ എന്റെ മോനാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഒന്ന് ഞാൻ ഓഫ് ആക്കുന്നുണ്ട്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, ഒരൊറ്റ സെക്കൻഡ്. ഓക്കെ, താങ്ക് യു. നമുക്ക് കണ്ടറിയാം അല്ലെ, വാക്കുകളേക്കായി അധികമാണ് നമ്മളുടെ കണ്ണുകളിൽ കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. എന്തായാലും സ്വപ്നേച്ചി, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സ്വപ്ന മേഡം ആ ഒരു 98 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ്. നമ്മളൊന്ന് സ്വപ്നം കണ്ടാൽ മതി, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഫസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഏറ്റവും വലിയ സന്തോഷമാണ്. ഓക്കെ, എന്തായാലും ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു. ഉടനെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനും കൂടി കാണാം. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ, ഇത്രയും സമയം മഴയും ഇടിയും അതൊക്കെ ഉണ്ടായ സമയത്തും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളെ ലീഡേഴ്സ് ആരാവട്ടെ, അവരെ വിശ്വസിക്കാൻ തയ്യാറാവാ. ആ സമയത്ത് നിങ്ങൾ വന്നിരുന്നു. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾക്കൊരു ഒരു അവസരമാണ് ഈ ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. എന്തായാലും നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിന് വലിയൊരു വില നിങ്ങൾക്ക് എന്താ പറയാ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഞാൻ ഈ ഒരു ചെക്കും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിക്കലും അത് എനിക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളെ കമ്പനി എന്താണോ കൊടുക്കുന്ന പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് എല്ലാ വരുമാനവും ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കൂടെ വന്ന ആളുകൾ വാങ്ങിയിട്ടുണ്ട്, എല്ലാരും വാങ്ങിയിട്ടുണ്ട്. അത് എന്റെ കൂടെ വന്നതെന്നല്ല, നമ്മളെ കമ്പനിയിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഏത് റാങ്കാണോ അതാത് റാങ്കിൽ എത്തിയ സമയത്ത് എന്താണോ കമ്പനി കൊടുക്കാന്ന് പറഞ്ഞത് അത് കമ്പനി കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഒരാള് പോലും എന്താ പറയാ കൊടുത്തിട്ടില്ലാന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ഇതുവരെ അത് മാത്രല്ല, ഡെയിലി കിട്ടുന്ന വരുമാനം അല്ലെ, നമ്മൾ ഇന്ന് ഒരാളെ ജോയിൻ ചെയ്താൽ നാളെ രാവിലെ ആകുമ്പോഴത്തേനും നമ്മളെ അക്കൗണ്ടിൽ വരുമാനം വന്നിട്ടുണ്ട്. അത് 30,000 ആവട്ടെ, 5,000 ആവട്ടെ, 10,000 ആവട്ടെ, എത്ര ആവട്ടെ, അത്രയും വരുമാനം നമ്മളെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെടുത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കണത് എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് ഞാനൊരു അസാധാരണക്കാരിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, നമ്മളെ ബോച്ചെ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിനെ പോലെ ഒരു അവസരം എനിക്ക് കിട്ടി. ആ അവസരം ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഇന്ന് എന്താ പറയാ പ്രോഗ്രാം, ഈ ഒരു അവസരം തന്ന നമ്മളെ കമ്പനിയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു എന്താ പറയാ ഒരു BOP-യിൽ നിന്ന് ഞാൻ എന്താ പറയാ ലെഫ്റ്റ് ആവുന്നു. മാഡം കേൾക്കെ, എന്തായാലും എന്താ പറയാ മഴന്റെ ബുദ്ധിമുട്ടോ എന്താണെന്ന് എനിക്കറിയില്ല, റേഞ്ചിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു BOP വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.